വൃത്താന്തങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 20-ാം വാക്യം വായിച്ച് ചില ദൈവീയ ചിന്തകൾ ഒന്നിച്ച് പങ്കുവച്ച് ഈ ഉപവാസ പ്രാർത്ഥനയുടെ തുറന്നുള്ള ശുശ്രൂഷയിൽ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയും പ്രകാരം ദാവീദ് സംസാരിക്കുന്ന കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ യഹോവേ, നിന്നെ പോലെ ഒരുത്തനുമില്ല, നീ അല്ലാതെ ഒരു ദൈവവും ഇല്ല. ദാവീദ് രാജാവാണ്. രാജാവായത് എങ്ങനെയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവര് യാതൊരുവിധമായ യോഗ്യതയും അവരുടെ കുടുംബത്തിൽ അവർ കരുതിയിരുന്നില്ല. മറ്റാരും തന്നെ അവരൊരു രാജാവാകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. എന്നാൽ അവൻ ജനിച്ചപ്പോൾ അതിനു മുമ്പ് തന്നെ ദൈവം അവനെ കണ്ടിരുന്നു രാജാവായിട്ട്. ഈശോയുടെ മകനിൽ ഒരു രാജാവിനെ മറ്റാരും കാണാതിരുന്നപ്പോൾ സ്വർഗം അവനെ കണ്ടിരുന്നു. വേറെ ആരും നിന്നെ കാണുന്നില്ലെങ്കിലും, വേറെ ആർക്കും ഒരു യോഗ്യതയും നിനക്ക് കൽപ്പിച്ചാക്കാനില്ലെങ്കിലും, ഇതിനൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള ചിന്തയിലാണെങ്കിലും ദൈവം കണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ദാവീദിന്റെ ചരിത്രം. ഇതാണ് അവൻ പറഞ്ഞത്. പല സാക്ഷ്യം പറയാറുണ്ട്. ആളുകളെ നടത്തിക്കൊണ്ടിരുന്ന വേലയിൽ നിന്ന് ദൈവം അവനെ ഭരണത്തിക്ക് രാജാവായിട്ട് ദൈവനെ കൊണ്ടുവന്നു. തന്റെ ജീവിതത്തിലുള്ള വെല്ലുവിളികളും വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം കടന്നുപോയത് ദൈവനൊരു ആത്മീയ പ്രവാചകനായി ദൈവീയ കാര്യങ്ങളും അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവൻ ഒരുപാട് പ്രതിസന്ധികളോടെ കടന്നുപോയത്. ഓരോ പ്രതിസന്ധികളിലും അവൻ ദൈവത്തിന്റെ ദർശനം കാണുകയും അത് പാട്ടുകളായി രേഖപ്പെടുത്തിയത് സങ്കീർത്തനങ്ങളായി നമുക്ക് ജീവിക്കാൻ കഴിയാത്തത്. അതിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളും ഒരാളുടെ മഷിയെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ചേർത്ത് രചിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മളതിനെ സന്തോഷിക്കാറുണ്ട്. കാരണം നമ്മുടെ ഭൗമിക ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഒരുപാട് ബന്ധങ്ങൾ ആ പുസ്തകത്തിലുള്ളവരാണ്. സങ്കീർത്തനത്തിൽ എത്രമാത്രം സാധ്യത വിശ്വാസ സമൂഹത്തിനിടയിലുള്ളത്. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന സങ്കീർത്തനത്തിന്റെ ഗീതമായിരിക്കുന്ന ദാവീദ് പറയുകയാണ്, ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ യഹോവേ, നിന്നെ പോലെ ഒരുത്തനുമില്ല, അല്ലാതെ ഒരു ദൈവമില്ല. ഇപ്പോൾ മറ്റു പലർക്കും പറയാനുണ്ടെങ്കിലും സാക്ഷാൽ ഒരുത്തൻ മാത്രമേ ഉള്ളൂ ദൈവം എന്നുള്ളത് കേട്ടതിൽ നിന്നും അനുഭവിച്ചു എന്നും അറിഞ്ഞതിൽ നിന്നും ഒക്കെ ദാവീദ് പറയുക, അല്ലാതെ മറ്റൊരു ദൈവമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സാധിക്കും, ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതും കണ്ടതും അനുഭവിച്ചതും ഒക്കെ ഓർത്താൽ നീ അല്ലാതെ ഒരുത്തമില്ല, നീ അല്ലാതെ ഒരു ദൈവവും. ഇങ്ങനെ ഈ ദൈവം ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ലോകത്തിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ദൈവം ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും ദൈവങ്ങളുടെ പിന്നാലെയാണ് ആയിരിക്കുന്നത്. മതം ായിട്ടുള്ള ഏത് രാഷ്ട്രമെടുത്താലും മതം എന്ന ലോകം മുഴുവനും ദൈവങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ദൈവികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് രാജ്യങ്ങൾ പോലും ഇന്ന് നിലനിൽക്കുന്നത്, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നാം ഒന്ന് നിഷ്പക്ഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നാം എത്ര ഭാഗ്യമുള്ളവരാണ് പ്രിയപ്പെട്ടവരെ. നമ്മെ എല്ലാ അനാചാരങ്ങളെന്നും അടിമത്തങ്ങളും ഒക്കെ വിടുവിച്ച് സ്വാതന്ത്ര്യത്തോടു കൂടെ ദൈവത്തെ ആരാധിക്കാൻ എന്ന ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദിവസങ്ങൾ നമ്മളെ വിടുവിച്ചു, മാസങ്ങളെന്ന് ആണ്ടുകളുടെ ആചാരങ്ങളൊക്കെ വിടുവിച്ചു. പക്ഷെ ആണ്ടുകളുടെ ആചാരങ്ങളൊക്കെ നമ്മളെ വിടുവിച്ചാൽ ഇപ്പോഴും ബന്ധുക്കോസാരൊക്കെ ചിലർക്ക് ഇതൊന്നും ഇപ്പോഴും പണ്ടത്തെ ആചാരം എന്തെങ്കിലും ഒരു ചെറുത് അവരുടെ ജീവിതത്തിൽ വേണമെന്നുള്ള ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്നൊരിക്കലും എതിർപ്പൊന്നുമില്ല. പക്ഷെ നമ്മളെ മാസങ്ങളുടെ ആചാരങ്ങളെന്നും ആണ്ടുകളുടെ ആചാരങ്ങളെന്നും എല്ലാം നമ്മളെ സ്വന്തമാക്കി ഞാനൊന്ന് ഓർക്കുന്നതുപോലെ എനിക്ക് അറിയുന്നതുപോലെ ഗുഡ് ഫ്രൈഡേ ആണോ, ബാഡ് ഫ്രൈഡേ ആണോ, ഈസ്റ്റർ ആണോ ഞാൻ ചിന്തിക്കാറില്ല. കാരണം അതെല്ലാം പഴയത് കഴിഞ്ഞു പോയി. അത് പഴയതെല്ലാം കഴിഞ്ഞു പോയി. പുതിയ സൃഷ്ടിയായിട്ട് പഴയത് ആയിട്ട് കൂട്ടിത്തുന്നെഴുതുന്ന ഭയം പറഞ്ഞിട്ടുണ്ട്. പുതിയത് വിധത്തിലാണ്
പറന്നിരിക്കുന്നു. പേരെല്ലാം മാറിപ്പോയി. ആ ദിവസങ്ങളിൽ കൂട്ടാൻ കൂടുന്നതൊന്നും ഞാനിതല്ല, അത് ദൈവികത. പക്ഷെ ആരും ദൈവത്തെ ഓർത്ത് ഈ ശ്രമം ഉണ്ടാക്കുന്ന ചെയ്യരുത്, ക്രിസ്മസ് കേക്ക് മുറിക്കുന്നവരെ ഉണ്ടാക്കിക്കരുതെന്ന് വെച്ചിട്ടുണ്ടോ. വന്ന അവസാനം ദൈവത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി ഈ ശ്രമം മുറിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇറങ്ങിയതിന്റെ ഉദ്ദേശം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് അതിലേക്ക് പോകരുത്. ആത്മാക്കളാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രമം അവരുണ്ടാക്കി മുറിച്ചേക്കരുതെന്ന് വിശ്വാസം ഓർപ്പിക്കും. ആത്മാവിനെ നേടണമോ ആത്മാവിനെ കൊണ്ടുവരണമോ അതല്ല ആത്മാവിലൂടെ അവരും ഇഷ്ടമാണ്. ഞാൻ നിങ്ങൾ കൈകാലിട്ടടിച്ചല്ല ആത്മാക്കളിലൂടെ സ്ഥാപിക്കും. ദൈവം ഉദ്ദേശം നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു. അതൊരിക്കലും വചനത്തിന്റെ വിരുദ്ധതയിലൂടെ പോയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകണ്ട. അതിനെ ഉന്നയിക്കേണ്ട ആവശ്യമില്ല. സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണമെന്നുള്ളൂ. എന്റെ ഈ സമയത്തോടെ ബന്ധത്തിൽ ഓർപ്പിച്ചെന്നുള്ളൂ. ദൈവത്തെ ആരെ എവിടെ ഉപയോഗിക്കണമെന്നുള്ളത്, ആരെ എവിടെ ഉപയോഗിക്കണം, ഏത് സമയത്ത് ആരെ വിട്ടാൽ അവിടെ കാര്യം നടക്കുമോ ദൈവത്തറിയാം. അതിനുവേണ്ടി ദൈവം അയക്കും, ഏതെങ്കിലും ആദരതയോടെ ഒരുക്കും. അങ്ങനെ ദൈവം നടക്കുന്ന ലോകസുവിശേഷീകരണം മുഴുവനും നമ്മളാരും പ്ലാൻ ചെയ്ത് നടത്തിയതല്ല. ഞാൻ പ്ലാൻ ചെയ്തതല്ല, നിങ്ങൾ ചെയ്ത് പ്ലാൻ ചെയ്തതല്ല. ഇതെല്ലാം ആസൂത്രണം ചെയ്യുന്ന ഒരു സ്വർഗീയ കമാൻഡുണ്ട്. പരിശുദ്ധാത്മാവ് ആണ് തീരുമാനിക്കുന്നത് ഇവനെ എവിടെ അയക്കണം, ഇവനെ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത്. അവർക്ക് ദൈവശക്തി പകർന്നാണ് നാം ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് നമ്മളിൽ ആഗ്രഹം വരും. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതിനടുത്തേക്ക് പ്രവർത്തിക്കണം. മുമ്പ് കേട്ടത് സാക്ഷ്യം കേട്ടല്ലോ. കട്ടപ്രദേശത്തും കാര്യത്തിലും ഒക്കെ കർത്താസഭ അതുപോലെ പല സ്ഥലങ്ങളിലും പോയി പിതാക്കന്മാർ പണ്ട് ചെയ്ത പോലുള്ളതായ രീതിയിൽ അവര് ഒന്നിലും ആശ്രയിക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ, നിരാശയോടെ പ്രാർത്ഥിക്കുമ്പോൾ, പറഞ്ഞ കർത്താവെ ഒന്നുമില്ലെന്ന് വിചാരിക്കും സ്വരത നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാണ് ആവശ്യങ്ങളെല്ലാം നിറവേറ്റി നിറയ്ക്കുന്നത്. അപ്പൊ സ്വർഗത്തിന്റെ പ്ലാനിൽ നമ്മളൊരു ആയുധമായി തീരാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ദൈവം കാണുമ്പോൾ അതിലേക്ക് ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ചെയ്യുന്നത്. എനിക്ക് സുവിശേഷനാകണം, സുവിശേഷം അറിയിക്കണമെന്നുള്ള ആഗ്രഹം എന്റെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ദൈവം തന്നു കഴിഞ്ഞാൽ അതിനുള്ള വഴികളാണ് ദൈവം നമുക്ക് പോകുന്നതിന് തടസ്സമുണ്ടെങ്കിലും അതെല്ലാം വെട്ടി നിരത്തി ദൈവം നമ്മളെ അതിലേക്ക് കൊണ്ടുവരും. നമ്മുടെ ദൈവസ്ഥലങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വിവിധ വഴികൾക്കായി ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യും. വിവിധ സ്ഥലങ്ങളിൽ ഇനിയും സുവിശേഷകരെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും, സഭകളെ ദൈവം ഉപയോഗിക്കും. ഈ നടക്കയില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ അതിശക്തമായ രീതിയിൽ ദൈവസഭ തളച്ചു വളരുവാനും ദൈവത്തിയാക്കും. ഒന്നും ദൈവത്താൽ ആരംഭിച്ചൊന്നും എന്തുപോയിട്ടില്ല, നിർത്താനാകാൻ കഴിയുന്നത്. ദൈവത്താൽ സ്ഥാപിതമായിരിക്കുന്ന എല്ലാ ദൈവിക പ്രവർത്തനങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ശുശ്രൂഷകൾ വർദ്ധിച്ചേരുവാൻ ദൈവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചിന്തിച്ച് പറഞ്ഞു വന്നത്, നമ്മൾ എപ്പോഴും ഈ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കൊത്തവണ്ണം ദൈവപ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. വചനത്തിനടിസ്ഥാനമായി ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ വെച്ച് വേണം മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ ദൈവങ്ങൾക്ക് വേണ്ടി, ദൈവകാര്യങ്ങൾക്ക് വേണ്ടിയാണ് അനേകർ ഓടുന്നത്. എന്നാൽ നമ്മളെ സ്വതന്ത്രമാക്കിയ ദൈവസ്നേഹത്തിനായി നമുക്ക് ഇന്ന് പകർച്ചനെ സ്വന്തം ചെയ്യാൻ സാധിക്കും. എത്രമാത്രം വിടുതൽ നമുക്ക് തന്നു. നമ്മളെ സ്വതന്ത്രമാക്കി. അതായത് നമുക്കൊന്നും വേണ്ട ആരാധനയ്ക്ക്, നമ്മൊന്നും കൊണ്ടുപോകണ്ട, ഒന്നും ഒരു സ്ഥലത്തേക്ക് നാം ഓടി പ്രത്യേക സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. എവിടെ പോയാലും കൂടി വരാം. പക്ഷത്തിന്റെ തണലിൽ നമുക്ക് കൂടി വരാം. പുകയ്ക്കകത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിൽ ആകാശത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതൊന്നും നമുക്ക് പ്രത്യേകമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യേണ്ട. നമുക്കൊന്ന് സാധനത്തിനായി സ്തോത്രം ചെയ്യാൻ നമ്മുടെ ജീവനുള്ള ദൈവത്തെ നമുക്ക് ആരാധിപ്പാൻ ദൈവം നമ്മളെ സ്വതന്ത്രമാക്കിയ എല്ലാ ദൈവിക വഴികൾക്കായ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യും. ദിവസം, മാസ, വർഷ ഭേദങ്ങളൊന്നും കൂടാതെ എല്ലാം നമുക്ക് മാറ്റി നമ്മെ സ്വതന്ത്രമാക്കി ക്രിസ്തുവിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുമെന്നാൽ ലോകം ഇതൊക്കെയും ആചരിക്കുമ്പോൾ നാം അവരോട് ആചരിക്കാനല്ല, ആ ദിവസങ്ങളെ വേണ്ട വിധത്തിൽ ഉപസിക്കാനും പ്രാർത്ഥിക്കാനും അവധിയായതുകൊണ്ടൊക്കെ ഉപയോഗിച്ച് തക്കത്തിൽ ഉപയോഗിക്കണം. പറ്റുമെങ്കിൽ സുവിശേഷം അറിയിക്കണം. ആ ദിവസങ്ങളിൽ കടന്നുപോയി ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതൊക്കെ നമുക്ക് നല്ലതാണ്, ഇത് വേണ്ടതാണ്. സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുകയും ചെയ്യണമെന്നും ഇത്തരത്തിൽ ഓർപ്പിക്കുന്നു. പക്ഷെ ഒരിക്കലും ലോകപ്രകാരമുള്ള ആചാരത്തിലേക്ക് നമുക്ക് പോകരുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം. ബാക്കിയുള്ള വിഷയം ഞാൻ വിട്ടുകളെ. ഇവിടെ നമ്മൾ വായിച്ചത്, നിങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താലേ പോവേ, നിന്നെ പോലെ ഒരുത്തരമില്ല, നീ അല്ലാതെ ഒരു ദൈവം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഇത് പറഞ്ഞിരിക്കുന്നത് ദാവീദാണ്. ദാവീദ് പറഞ്ഞിരിക്കുമ്പോൾ
അതിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്, നിന്നെ പോലെ അല്ലാതെ ഏതൊരു ദൈവവും ഇല്ല എന്ന്. ഇസ്രായേൽ കൊടുത്ത നിയമങ്ങൾ അത് അത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ദൈവം നമുക്ക് കൊടുത്തിരുന്നത്. ആളുകളും കാളുകളും പ്രാവുകളും ഒക്കെയുള്ള സന്തോഷമായിരിക്കുന്ന ഒരു അവസ്ഥ കൊണ്ടുവന്നിട്ട ഞാൻ കഴിക്കാൻ ദൈവത്തോട് പറഞ്ഞിരുന്നു. എല്ലാവർക്കും കൂടെ നന്മ കൊടുത്ത ശേഷമാണ് ദൈവം പറയുന്നത് ചെയ്യണം. അപ്പോൾ ദൈവം അതിനുള്ള അനുകൂലമായ കാര്യം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ യാഗങ്ങൾ ആവശ്യമില്ല. ക്രിസ്തു മുഖാന്തരമുള്ള യാഗം തീർന്നതുകൊണ്ട് നമ്മുടെ കർത്താവ് സ്വതന്ത്രമാക്കിയതിനായി നമുക്ക് ആ ഏകയാഗത്തിൽ വിശ്വസിക്കുന്ന മുഖാന്തരമായി നമുക്ക് യാഗമില്ലാത്തതിനായി സ്തോത്രം നമുക്കുള്ളത് സ്തോത്രയാഗം അർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുവാൻ നമ്മുടെ ഹൃദയം ദൈവത്താൽ നന്ദിയുള്ള ഹൃദയത്തോട് നിറഞ്ഞു കവിഞ്ഞാൽ അതാണ് സ്തോത്രം അർപ്പിക്കാൻ കഴിയുന്നത്. ആ സ്തോത്രം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഈ വചിക്കുന്ന വചനത്തെ ഒന്ന് ഞാൻ പിതാവിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അന്യജാതിക്കാർ പോലും ദൈവമാണ്, സാക്ഷാൽ യഹോവയാണ്, സാക്ഷാൽ ദൈവമെന്ന് അനുഭവം കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. അനുഭവം വന്നു കഴിയുമ്പോൾ പിന്നീട് അത് സാക്ഷിയായി. സാക്ഷി എന്ന് പറയുമ്പോൾ 3 രീതിയിലാണ് സാക്ഷ്യം ഉണ്ടാകണമെങ്കിൽ. ഒന്ന് കണ്ടതിന്, കേട്ടതിന്, അനുഭവിച്ച സാക്ഷ്യമാണ്. സാക്ഷ്യം പറയാന്ന് പറയും. സാക്ഷ്യം പറയാൻ ഞാൻ കണ്ടതാണ് സാക്ഷ്യം പറയും, ഞാൻ കേട്ടതാണ് അതിന്റെ സാക്ഷ്യവും. കേട്ടത് സാക്ഷ്യം പറയാം. അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചാണ് അത് സാക്ഷ്യം. അത് അനുഭവം സാക്ഷ്യമാണ്. അപ്പോൾ 3 വിധത്തിലുള്ള സാക്ഷ്യമുണ്ട്. കേട്ടതിന് സാക്ഷി, കണ്ടതിന് സാക്ഷി, 3 അനുഭവിച്ചതിനുള്ള സാക്ഷി. മറ്റൊരു സാക്ഷിയുള്ളത് ഞാനത് പിന്നീട് പറയുന്നതാണ്. അത് മഹിമ കണ്ട സാക്ഷി. ലോകപ്രകാരം 3 സാക്ഷ്യമുണ്ടെങ്കിൽ പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു എന്നല്ല പറഞ്ഞ ശേഷം അതാ പറഞ്ഞു, നിങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. അതിലേക്ക് വരും എന്നാണ്. പുതിയ നിയമത്തിന്റെ മഹിമ കണ്ട സാക്ഷ്യത്വം എന്താണെന്ന് പ്രസ്താവിക്കുന്നതിന് മുമ്പായി അന്യജാതിക്കാരായിരിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തി നീയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സന്ദർഭ പശ്ചാത്തലം ഞാൻ വേഗത്തിൽ വരച്ചു കാട്ടി. പുതിയ നിയമത്തിന്റെ മഹിമ കണ്ട സാക്ഷി എന്നുള്ള ആ സന്ദേശം കൂടി ഒരുമിച്ച് ചേർത്ത് ഇന്നത്തെ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെട്ടു. അപ്പോൾ ഇത് അത്ഭുതങ്ങൾ കണ്ട സായുധ തലമുറ മാത്രമല്ല ഈ സാക്ഷ്യങ്ങൾ പ്രസ്താവിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്ന അതിന് മുമ്പാകെ നിന്നു. ഇസ്രായേലല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവം ഇല്ല എന്നു ഞാൻ ഇപ്പോൾ അറിയുന്നു പറഞ്ഞു. ആകിയാൽ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. സംഭവിച്ചത് എല്ലാവർക്കും അറിയുന്നവന് ഇസ്രായേലിനല്ല. ഇതേക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു അവൻ ഗലീലയിലെ അവൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് ആ പള്ളിയിൽ ദൈവനും ശുശ്രൂഷ ശേഷം ഇറങ്ങി വരുമ്പോൾ കർത്താവ് ഇതേക്കുറിച്ച് പറഞ്ഞു. ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഏലിയാവ് ചെയ്തതും എലീശ ചെയ്തതുമായ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിലെ ശുശ്രൂഷകളെ കുറിച്ച്, അന്നത്തെ ആൾക്കാരെ കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവം യേശുക്രിസ്തുവിന്റെ പ്രഭാഷണം കേട്ട് അവനെ നോക്കി എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അവന്റെ കണ്ണ് അവങ്കിലേക്ക് ആയപ്പോൾ അവങ്കിലേക്ക് നോക്കിയപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഇതിപ്പോൾ നിങ്ങൾ നോക്കുന്ന കണ്ണുകൾ നാളെ എന്നെ വേണ്ട തള്ളി പറയാനുള്ള കണ്ണുകളാണ് എന്ന രീതിയിൽ കർത്താവ് സംസാരിക്കാൻ അറിയാത്തത്. ഇവരെല്ലാവരുടെ കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ കണ്ണ് യേശു പതിഞ്ഞിരുന്നു. പക്ഷെ ഈ പതിഞ്ഞിരുന്ന കണ്ണെല്ലാം ദൈവത്തിന് അറിയാമായിരുന്നു തൽക്കാലത്തേക്കാണ്. അവരോട് ലൂക്കോസ് 4-ാം അധ്യായം അതിന്റെ 16 വാക്യമാണ്. അവൻ വളർന്ന നസ്രത്തിൽ വന്ന ശബത്തിൽ തന്നെ പതി പോലെ പള്ളിയിൽ എന്ന് വായ്പ എഴുതിച്ചത്. യെശയ്യാപ്രവാചക പുസ്തകം അവനെ കൊടുത്തു. അതുവരെയും ചെയ്യാതിരുന്ന ശുശ്രൂഷ കർത്താവ് സ്നാനത്തിന് ശേഷമായിട്ട് ചെയ്തു. അന്ന് അതുപോലെ ഈ പുസ്തകം വായിച്ചിട്ട് മടക്കി കൊടുക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ
സ്ഥലങ്ങളിൽ അവൻ പിന്നെ പുസ്തകം മടങ്ങിച്ചുമാണ് പറഞ്ഞു കൂടുതൽ പറഞ്ഞു. അത് ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയും തിരുവഴുത്ത് നിവൃത്തി വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. എന്നാൽ അതിന് മുമ്പ് അങ്ങനെ പറഞ്ഞിരുന്നില്ല. എന്നാൽ തന്റെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞ 30 വയസ്സ് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ വചനമെടുത്ത് വായിച്ച ശേഷമായി മടക്കി വെക്കുക കൊടുക്കുകയല്ല ചെയ്തത്. കൂടി പറഞ്ഞു, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയും തിരുവഴുത്ത് നിവൃത്തി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് എല്ലാവരുടെയും കണ്ണ് പതിയണമെങ്കിൽ യേശുവിന്റെ സംസാരത്തിന്റെ വ്യത്യസ്തമായ സംസാരത്തിന് വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ വളരെ ഗാംഭീര്യത്തോടെ ആത്മനിറവിൽ യേശു സംസാരിച്ചു. അതുകൊണ്ടാണ് എല്ലാവരുടെയും കണ്ണവങ്കിൽ പതിഞ്ഞത്. ഇതിനു മുമ്പ് യേശു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് വളർന്ന ദിവസം ചെന്ന് ചവത്തിൽ തന്നെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായ്പാൻ എഴുന്നേറ്റ് വന്നു. യശയാപ്രവാചക പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം പുലർത്തി. അവന്റെ ശ്രുതി ഗലീലയിലൊക്കെ പരക്കാട്ടിടയാത്തത്. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്ന് അതിന് മുമ്പ് ചെന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലാണ് അന്ന് ഗലീലയിൽ നസ്രത്തിൽ പതുപോലെ ചെല്ലുന്ന പള്ളിയിലെ സംഭവമാകുന്നത്. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പുള്ള ആഴ്ചകളിൽ കർത്താവ് പോയിരുന്നു, യേശുവോടെ പോയിരുന്നു, വായിച്ചിരുന്നു. പക്ഷേ അതിൽ വ്യത്യസ്തതയുള്ളതായിരുന്നു. താൻ ശുശ്രൂഷയുടെ ആത്മാഭിഷേകം പ്രാപിച്ച ശേഷം കർത്താവ് ചെയ്ത ശുശ്രൂഷ കണ്ടപ്പോൾ അവര് അതിന് മുമ്പായി തന്നെ അവരുടെ പേര് യേശുവിൽ അവിടെ ഗലീലയിൽ മുഴങ്ങിച്ചവരുടെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെ പറഞ്ഞു. അവരുടെ പലകളിൽ ഉപദേശിച്ച എല്ലാവരെയും അവനെ പ്രശംസിച്ചു. അവനെ പ്രശംസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങത്തക്കവണ്ണം ഉള്ള ഒരു അനുഭവത്തിലേക്ക് വന്നെങ്കിൽ യേശു ഇത് യശയാപ്രവാചക പുസ്തകം വായിച്ചിട്ട് പറഞ്ഞിരുന്ന ഈ നിങ്ങളുടെ വചനം കേൾക്കുകയും ഇതിലോട്ട് വന്നിരിക്കുന്ന പറഞ്ഞത് എല്ലാവരും അവനെ പുകഴ്ത്തി. എല്ലാവരും അവനെ പോയിട്ടാൻ തുടങ്ങിയപ്പോൾ അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിന്നും ആശ്ചര്യപ്പെട്ടു. അഭിഷേകം ലഭിച്ച, അഭിഷേകം പ്രാപിച്ച് ശുശ്രൂഷ തുടങ്ങിയ കർത്താവിനെ കണ്ട് എല്ലാവരും പ്രശംസിപ്പാൻ തുടങ്ങി. കർത്താവ് തന്നെ പറഞ്ഞിട്ട് എല്ലാവരും പ്രശംസിച്ചാൽ ശരിയാകത്തില്ല, കള്ളപ്രവാചകന്മാരെ എല്ലാവരും പ്രശംസിക്കാൻ കഴിയത്തു. കർത്താവ് അതറിയാമായിരുന്നു. ഇപ്പൊ എല്ലാവരും പ്രശംസിക്കുന്നത് ഒരു ഭാഗം മാത്രം കണ്ടതുകൊണ്ടാണ്. അതായത് മറുഭാഗം കൂടി ഉണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ ഈ പ്രശംസയൊക്കെ മാറി തള്ളിപ്പറിച്ചതാകുമെന്ന് എനിക്കറിയാമായിരുന്നു. കർത്താവിന്റെ മറുഭാഗം എടുത്ത് പ്രസംഗിച്ചു. വായിന്ന് പുറപ്പെട്ട എല്ലാവരുടെ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ ജോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അവരോട് വൈദ്യ ദിനത്തിന് സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കമർന്നു പോകലും ഉണ്ടായിക്കേണ്ടതെല്ലാം ഇതിന്റെ പ്രതിനിധാനം ചെയ്യുക എന്ന് നിങ്ങൾ എന്നോടും പറയും നിശ്ചയം. ഒരു പ്രവാചകനും തന്റെ പ്രതിനിധാനത്തിൽ സമ്മതമല്ല എന്നെ സത്യമായിട്ട് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഏലിയാവിന്റെ കാലത്ത് ആകാശം പോകാണ്ടും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ 27ാമത്തെ വാക്യമാണ് ഇതിനോട് ബന്ധത്തിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. എലീശാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സൂര്യക്കാരനായ നയമാൻ അല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. പറയുന്നത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. ആദ്യം പ്രശംസിച്ച ഒരുപോലെ അവരിലേക്ക് നോക്കിയ എല്ലാ കണ്ണുകളും ഇപ്പോൾ ഒരുമിച്ച് ഇതിൽ എല്ലാവരും കോപം നിറഞ്ഞു. ഈ സത്യം അങ്ങോട്ട് വിളിച്ചു പറയുമ്പോൾ കോപം നിറയും. അതുവരെ പ്രശംസയൊക്കെയായി. കർത്താവ് തന്റെ വചനം പറഞ്ഞു, ഇതൊക്കെ ഈ തൽക്കാലത്തേക്ക് ഞങ്ങളുടെ പ്രശംസയൊക്കെ തൽക്കാലത്തേക്കുള്ള സത്യം പറയുമ്പോൾ പ്രശ്നങ്ങളാണ്. കർത്താവ് പറഞ്ഞ രണ്ട് സാക്ഷ്യമാണ് പറഞ്ഞു. ഒന്ന്, ഏലിയാവിന്റെ കാലത്ത് അവൻ ജാതീയ സ്ത്രീയായിരിക്കുന്ന സരാപ്തിലെ വിധവയുടെ അടുത്തേക്കാണ് ഏലിയാവിനെ അയച്ചത്. അതല്ലാതെ ഇസ്രായേൽ അനവധി പല വിധവന്മാരുണ്ടായിട്ടും അവിടേക്ക് അയച്ചില്ല. കാരണം എനിക്കറിയാമായിരുന്നു അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ സരാപ്തിയിലെ വിധവയുടെ പ്രത്യേകത ശിക്ഷതാവന്തി അറിയാമായിരുന്നു. രണ്ടാമത് സൗഖ്യമാകുന്ന ബന്ധത്തിൽ എലീശാ പ്രവാചകന്റെ കാലത്തെ കുറിച്ച് എടുത്തിട്ട് കർത്താവ് പറഞ്ഞത്, ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സൂര്യക്കാരനായ നയമാനാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. യേശു അങ്ങനെ പറഞ്ഞു. കഴിഞ്ഞപ്പോൾ ഇവര് വിചാരിച്ചത് ഇസ്രായേലത്തെ ഉയർത്തി പുകഴ്ത്തി പറയുമെന്ന് വിചാരിച്ചു. പക്ഷേ ക്രിസ്തു പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് മനസ്സിലായി
ദൈവമായ കർത്താവ് സംസാരിക്കുന്നത് സത്യമാണ്. അത് ഉള്ള യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറഞ്ഞു. പഴയ നിയമത്തിൽ ചരിത്രങ്ങളെ മുഴുവൻ യേശു ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞു. ഏലിയാവിന്റെ കാലം, എലീശയുടെ കാലം, ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ കാലഘട്ടങ്ങളെ എടുത്തുകൊണ്ട് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ പ്രവാചകന്മാരെ ദൈവം ഉപയോഗിച്ച വിധങ്ങളെ കുറിച്ച് അവിടെ അറിയിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സന്ദർഭമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് എടുത്തു പറഞ്ഞാൽ ഒരു സന്ദർഭമാണ് നയമാൻ. നയമാൻ ആരായിരുന്നു? സുറിയക്കാരനായിരുന്നു. അപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചത് എങ്ങനെയാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവൻ ആദ്യം അവന്റെ വിചാരം എല്ലാം, അവന്റെ വിചാരം മാറ്റി, പ്രവാചകന്റെ വിചാരത്തെ എന്തെയും മാറ്റി, എലീശയുടെ വിചാരത്തെ എന്തെയും മാറ്റി കൊടുത്തു. അതാണ് അവിടെ സംഭവിച്ചത്. പ്രവാചകൻ വിചാരിച്ചത് എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടെന്ന് അവൻ അറിയുമെന്നാണ് വിചാരിച്ചത്. ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടെന്ന് അറിയുമെന്ന് വിചാരിച്ചു. നയമാൻ വിചാരിച്ചത് പ്രവാചകന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഇവൻ ഡിമ്മോന്റെ ക്ഷേത്രത്തിൽ പോയി പരിചയമുള്ളതുപോലെ ഈ പണക്കിഴികളുമായിട്ട് വന്നു കഴിഞ്ഞാൽ സൗഖ്യം കിട്ടാൻ വേണ്ടി ഇറങ്ങി വന്നാട്ടി അവന്റെ ലോകത്തെ സൗഖ്യമാക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ ഈ വിചാരങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന ദൈവം എല്ലാ വിചാരങ്ങളെയും മാറ്റിമറിച്ചിട്ട് അനുഭവം ഉണ്ടായ നയമാൻ പറയുകയാണ്, ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു, എന്റെ അനുഭവം സാക്ഷ്യമാണ്. ഒരു കേട്ടുകൊണ്ട് വന്നിട്ട് കണ്ടത് അവൻ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അനുഭവിച്ചപ്പോൾ അവന് മാറ്റമുണ്ടായി. ഇതാണ് നയമാന്റെ ജീവിതചരിത്രം. കേട്ടുകൊണ്ട് പലരും പല മീറ്റിങ്ങിനൊക്കെ വരാറ്, വിടുതലുണ്ട്, പ്രാർത്ഥന സൗകര്യങ്ങളൊക്കെ വരും. പക്ഷെ അവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഒരുപക്ഷെ ആഗ്രഹിക്കത്തക്കതൊന്നും കാണാനൊന്നും കാണുന്നില്ല. അപ്പം വിചാരിക്കും കോപമുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവര്, ദൈവസഭയുടെ കൂട്ടായ്മകളിൽ വന്ന് കാണാനൊന്നുമില്ല ഒട്ടും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇവിടെ കാണാനും ആകർഷിക്കത്തക്കതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല, അലങ്കാരങ്ങളില്ല. ഇവിടെ ആകർഷിക്കുന്നതായ വലിയ വാക്ക് സംഗീതങ്ങളില്ല, ഒന്നുമില്ല. നമുക്കറിയപ്പെട്ടുള്ള ദേവദാസന്മാർ ദൈവമക്കളൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ചണ്ടയോ ഒക്കെ ഉണ്ടായിരുന്നുള്ളത്. വാക്ക് സംഗീതങ്ങളോട് എല്ലാം വേണം. ഇതൊന്നുമില്ലെങ്കിലും നമ്മളാരെയും ആകർഷിക്കുന്നത് പാട്ടിന്റെ ശ്രുതി കൊണ്ടല്ല ആകർഷിക്കുന്നത്, നമ്മുടെ ചർച്ചിന്റെ ഡെക്കറേഷൻ കൊണ്ടല്ല നമ്മളെ മനുഷ്യരെ ആകർഷിക്കുന്നത്. ചർച്ച AC ആയതുകൊണ്ട് അല്ല അവരെ നമ്മൾ ആകർഷിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ്, ദൈവ സാന്നിധ്യമാണ് അവരെ ആകർഷിക്കുന്നത്. നയമാൻ വിചാരിച്ചതുപോലെ നടക്കാതെ അവൻ അവൻ കേട്ടു, അവൻ വന്നു, അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സ് വിചാരിച്ചു ഇത് ശരിയാകത്തില്ല. അതിലേക്കാണെന്ന് പല സമയം ദൂത് എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്തോത്രം. നമ്മളെങ്ങനെയൊക്കെയാ കേട്ട് കഴിയുമ്പോൾ നമ്മൾ പോയി കണ്ടേക്കാം, അല്ലെങ്കിൽ അവിടെ വരെ അത് പോയേക്കാന്ന് വിചാരിക്കും. എന്ന് കഴിയുമ്പോഴത്തേന് ചിലതിനേക്കാൾ കൂടുതൽ കോപമായിരിക്കും വരും. ദൈവസ്മാരെ സംസാരിക്കുമ്പോൾ, സത്യം പറയുമ്പോൾ വന്നു കഴിയുമ്പോൾ പലർക്കും കോപം ഉണ്ടാകാം. അതാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ അതിലേക്ക് വേഗത്തിൽ ഒന്ന് ആ പശ്ചാത്തലം എടുത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും കേൾവിയാണോ പോയേക്കാണ് കണ്ടേക്കാന്ന് ചിന്തിക്കുമ്പോൾ, പക്ഷെ നമുക്കൊരു പക്ഷേ അവിടെ ആകർഷിക്കത്തക്കതായ ഒരു സമീപനം കിട്ടിക്കാണത്തില്ലായിരിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യമുള്ളിടത്ത് നമ്മുടെ ഹൃദയത്തെ താഴ്ത്തി പരീക്ഷിക്കുവാൻ, നമ്മുടെ ഉള്ള എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കും. അന്നത്തെ ദൈവം പ്രവർത്തിക്കുമോ? അതുകൊണ്ട് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ചക്രവാക്കൊക്കെ പറഞ്ഞ കാര്യം നടത്തുന്നത്. പക്ഷെ ദൈവസഭ ഒരിക്കലും ആരെയും എന്തെങ്കിലും നേടാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ഒരിക്കലും ദൈവിക പ്രമാണങ്ങളെന്ന് ഒരു അല്പം പോലും വ്യതിചലിക്കാതെ കാത്തു സൂക്ഷിക്കുന്നതായിരിക്കും ദൈവസഭ ഉദ്ദേശിക്കുന്നത്. ആര് വന്നാലും ദൈവസഭയുടെ പ്രമാണങ്ങൾക്ക് മാറ്റം വരുത്താൻ പാടില്ല. അത് അതുപോലെ തന്നെ നിൽക്കണം. അത് ദൈവത്തിന്റെ പ്രമാണമാണ്. അത് അടിസ്ഥിരമായിട്ടുള്ള അടിസ്ഥാനമുള്ളത് ആര് വന്നാലും മാറാത്തതാണ്, മാറ്റാൻ പാടില്ല. ഇപ്പം ആ പ്രമാണത്തിന് മാറ്റാൻ വരുത്താൻ വേണ്ടിയാണ് ഒന്ന് ശ്രമിച്ചു നോക്കിയത് നയമാൻ. പക്ഷെ എലീശ സമ്മതിച്ചു കൊടുത്തില്ല. എലീശയ്ക്ക് അറിയാമായിരുന്നു ഈ അരാൻ രാജാവ് ആരാണ്, അരാൻ രാജാവിന്റെ സൈന്യാധിപൻ നയമാൻ ആരാണ്, ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് അവനറിയാമായിരുന്നു. അവൻ സേവിച്ചു നിൽക്കുന്ന ദൈവം ആരാണ് എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ്
ഇവൻ ഇത്രയും വലിയ സമ്പാദ്യമായിട്ടൊക്കെ വന്നപ്പോൾ അനങ്ങാതിരുന്നത്. കാരണം ഈ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഉള്ള തിരിച്ചറിയാനുള്ള കഴിവ് മനസ്സിലാക്കിയെടുക്കാൻ പ്രവാചകന്മാർക്ക് ദൈവം സമയാസമയങ്ങൾക്ക് ദൈവം അതിനുള്ള ആലോചന കൊടുക്കും. ഞാൻ വിചാരിക്കുന്നത് ഏലീശ ഈ നയമാൻ അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ അവൻ കൊണ്ടുവന്ന അവൻ വരുന്ന യാത്രയെല്ലാം നല്ലവണ്ണം കണ്ടുകൊണ്ടു. വന്നിട്ട് പോയപ്പോ കാര്യങ്ങൾ കണ്ടെങ്കിൽ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. ദീർഘദൃഷ്ടിയുള്ള എലീശ അവൻ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ അവന് കാണാൻ കഴിയാത്തൊന്നുമില്ല. എന്നാൽ കാണേണ്ടത് ദൈവം അവനെ അറിയിച്ചു കൊടുക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായത്തിൽ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അവിടെ ഈ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കാനുള്ള കാഴ്ചപ്പാട് എലീശ പ്രവാചകൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ നയമാൻ വരുന്നതിന് മുമ്പായി തന്നെ നയമാൻ ആരാണെന്നും അവൻ എന്താ കൊണ്ടുവരുന്നെന്നുള്ളതും അവൻ എന്തിനു വേണ്ടിയാ വരുന്നെന്നുള്ള കാഴ്ചപ്പാട് എലീശായ്ക്കുണ്ടായിരുന്നു. കാഴ്ചപ്പാടുള്ളവനെ, ദർശനമുള്ളവനെ പണം കൊണ്ട് തെറ്റിക്കാൻ കഴിയത്തില്ല, സാഹചര്യം കൊണ്ട് തെറ്റിക്കാൻ കഴിയത്തില്ല. ദർശനമുള്ളവനെ അവൻ തെറ്റിപ്പോവുകയും ദർശനമില്ലാത്ത തെറ്റിപ്പോകും. അതാണ് ഈ 5-ാമത്തെ ഞാൻ വായിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവര് നാം ദർശനമുള്ളവരായിരിക്കണം. വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. വെളിപ്പാട് നഷ്ടപ്പെട്ടാൽ, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടാൽ അതെല്ലാം അബദ്ധത്തിലും അപകടത്തിലും ചെന്ന് ചാടുകയുള്ളൂ. വെളിപ്പാടുള്ളവൻ ഒരു നാളും വചനവിരുദ്ധമായി പോകുകയില്ല. അവൻ അങ്ങനെ വീട്ടിൽ നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശവും എനിക്ക് ഇവിടെ പറയാനുള്ളത് വിടുതലല്ല വിഷയം, നമുക്ക് കാഴ്ചപ്പാടാണ് വിഷയം. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവിക കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ സ്വർഗീയ ദർശനത്തെ ഒരിക്കലും മനസ്സുണ്ടാക്കിയത് കാണിക്കുകയില്ല. സ്വർഗീയ ദർശനത്തിന്റെ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാഴ്ചപ്പാടിന് അനുസരണക്കേട് സംഭവിക്കാതെ ജീവിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ശ്രദ്ധകരമായിട്ടുള്ളത്. അതിനുള്ള ഉത്തമ തെളിവാണ് ഈ പറയുന്ന സംഭവം നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത് വേഗത്തിൽ ഒന്ന് അറിയാമെങ്കിൽ ഞാൻ വേഗത്തിൽ പറ്റാത്തത് വേഗം പറഞ്ഞു പോകാം. ഇങ്ങനെ രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ രാമന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അപ്പോൾ അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമന് ജയം നൽകി. ഇവിടെ കാണണമേ, അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ഇവൻ യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് യഹോവയുടെ അനുഗ്രഹം കൊണ്ടാണ് യുദ്ധം ജയിച്ചത്. അപ്പം ഈ സാഹചര്യം തോക്കണം, അല്ലെങ്കിൽ സാഹചര്യം അടിമയായി പോകണമൊക്കെ ദൈവം അനുവദിച്ചുകൊണ്ടാണ് ഇവൻ ജയം ജയിച്ചത്. ദൈവം അനുകൂലമായിരുന്ന ഒരു ഇസ്രായേലായിരുന്നെങ്കിൽ നയമാൻ പരാക്രമശാലിയല്ല, എത്ര കഴിവുള്ളവനാണെങ്കിലും ഇസ്രായേലിന്റെ ഒരൊറ്റ വ്യക്തിയോട് പോലും അവനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ യഹോവ അരാമിന് ജയം നൽകിയെന്ന് പറയുന്നത്? അതിന്റെ അർത്ഥം ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് പ്രതികൂലമായതുകൊണ്ടാണ് ഈ മറ്റുള്ള രാജ്യങ്ങൾക്ക് അവരെ പരാജയപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് രാജാ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. ഇവിടെ ജയം ലഭിച്ചത് അവന് കൈകൊണ്ടായിരുന്നില്ല. രാജാവേ, നിന്റെ ശക്തി കൊണ്ടോ പരാക്രമശാലിയായിരുന്ന നയമാന്റെ കഴിവ് കൊണ്ടോ അല്ല നീ സാഹചര്യത്തെ ജയിച്ചത്, ദൈവം അല്പസമയം കണ്ണടച്ചതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് ചില രോഗവും ചില കടവും ചില ഭാരവും വിഷയവും ഒക്കെ പക്ഷേ നമ്മെ പരാജയപ്പെടുത്തി നിർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പിമ്പിൽ നമുക്കിന്ന് നമ്മുടെ കണ്ണു തുറന്ന് നമുക്ക് മനസ്സിലാക്കണം, എന്നെ ഇന്നത് പരാജയപ്പെടുത്താൻ കാരണം അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ആവശ്യത്തിനോട് അനുകൂലമല്ലല്ലോ എന്നുള്ള ചിന്ത നമുക്ക് ആവശ്യമാണ്. ഇനിയല്ല, നാം അതിൽ തെറ്റില്ലാത്തവരാണെങ്കിൽ അത് ദൈവം നമ്മളെ കടന്നു പോകാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്ന ചില യുദ്ധങ്ങൾ, ദൈവം അവരെ പഠിപ്പിക്കാൻ വേണ്ടി വെച്ച യുദ്ധങ്ങളും, സജനത്തെ യുദ്ധം പഠിപ്പിക്കാൻ വേണ്ടി ദൈവം ഈ കനാന്യജാതികളെ മുഴുവൻ ഒന്നാക്കി മാറ്റിവിട്ടില്ല. അങ്ങനെ വിട്ടിരുന്നെങ്കിൽ യുദ്ധം അഭ്യസിക്കുന്നില്ല.
അതിനുവേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ജീവിതത്തിൽ നമ്മളെ ചില അഭ്യസിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പരാജയം കൊണ്ട്, നമ്മുടെ ബലഹീനത കൊണ്ട് നമുക്ക് പരാജയം ഉണ്ടാകാറുണ്ട്. ഏതാണെങ്കിലും ഇതൊന്ന് അടുത്ത സെലൻസ് വായിച്ച് മനസ്സിലാക്കണം. യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവർ യജമാനൻ അവനെ കൊണ്ടാൻ. ദൈവമാണ് അരാമന് ജയം നൽകിയത്. അതിന് മുഖാന്തരമായി തീർന്ന് സേനാപതിയായ നായ്മാനായിരുന്നു. പക്ഷേ ഈ അന്ന് അവൻ ജയിച്ചു പോയപ്പോൾ അവൻ വിചാരിച്ചത് അവന്റെ കഴിവ് കൊണ്ട് അവൻ ജയിച്ചെന്ന. നിങ്ങൾ സന്ദേശം ഒരുപാട് ഭാഷ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് പകൽ സമയം പ്രിയപ്പെട്ടവരെ, ഈ ജയം കൊടുത്ത ദൈവം ആരാണെന്ന് അതിന്റെ ഫലം ലഭിച്ച, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം ലഭിച്ച മാന്യനായി തീർന്ന ആ വ്യക്തിയെ അറിയിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ സന്ദർഭം എഴുതിയിരിക്കുന്നത്. പകൽ സമയം സന്ദേശം മനസ്സിലാക്കണം. ദൈവം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മഹത്വം അവൻ വെളിപ്പെടുത്തും. അത് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിലും, യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടെങ്കിലും, ആ യുദ്ധത്തിൽ അവൻ ജയിച്ചു പോയപ്പോൾ നയമൻ വിചാരിച്ചു, എന്റെ രാജാവായിരിക്കുന്ന എന്റെ യജമാനന്റെ ദേവനായിരിക്കുന്ന രിമ്മോന്റെ കഴിവ് കൊണ്ടാണ് ഇത് നേടിയതെന്നുള്ള രീതിയിലാണ് ഇവിടുന്ന് ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയത്. പക്ഷേ ദൈവം പറഞ്ഞു, നയമാനെ, നിന്റെ യജമാനന്റെ ദേവന്റെ കഴിവ് കൊണ്ടല്ല, അത് എന്റെ ഉദ്ദേശം കൊണ്ടാണ് നിനക്ക് ജയം നൽകിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം അവനെ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് മടക്കി കൊണ്ടുവന്നത്. ഈ സന്ദേശം ഒരുപാട് പ്രാവശ്യം കേട്ടുള്ളതാണ് എനിക്കറിയാം. കാരണം വേദത്തിലുള്ള കാര്യങ്ങളിലെ പ്രസംഗിക്കാൻ പറ്റും. ഞാൻ പ്രസംഗിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളൂ. ഇതിന്റെ അകത്തെല്ലാം പ്രസംഗിക്കുമ്പോഴും ഇതിനകത്ത് മറിഞ്ഞിരിക്കുന്ന നിരവധി മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് മറിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രസംഗം എത്ര പ്രാവശ്യം കേട്ടാലും നമുക്ക് മടുപ്പ് വരാത്തതിന്റെ കാരണം അതിൽ മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുന്നതുകൊണ്ടാണ്. ഞാൻ വായിക്കുന്നത് മണ്ണ് വേണമെന്ന് പറഞ്ഞു. ഇവർ ഈ മണ്ണിൽ നിരസ്യമെന്ന് ജയാളനായി മടങ്ങിപ്പോയപ്പോൾ പിടിച്ചുകൊണ്ടുപോയ ആൾക്കാരെ കൊണ്ടുപോയി ഇതെല്ലാം കൊണ്ട് വിചാരിച്ചത് അവരുടെ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് ഇത് നേടിയെന്ന്. എന്നാൽ അതിന്റെ പ്രാരംഭത്തിൽ പരിശുദ്ധവാക്യത്തെ കുറിച്ചിട്ടിരുന്നു, അവൻ യഹോവ ആരാമന് ജയം നൽകിയത് കൊണ്ടാണ്. അപ്പോൾ ദൈവം രാജാവ് വിചാരിച്ചത് ഈ നയമാൻ മുഖാന്തരം ജയമുണ്ടായെന്ന്. നയമാൻ വിചാരിച്ചത് യജമാനന്റെ ദേവൻ മുഖാന്തരം ജയമുണ്ടായെന്ന്. എന്നാൽ അതിനെ മാറ്റി ആരാണ് യഥാർത്ഥത്തിൽ ദൈവമെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നയമാനെ വീണ്ടും ആ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം ചെയ്ത പദ്ധതിയാണ് തുറന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പശ്ചാത്തലം മനസ്സിലായതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മഹാനുമാന്യമായി എണ്ണി അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗി ആയിരുന്നു. ഇവര് കുഷ്ഠരോഗം വരാൻ കാരണം ഈ പരാക്രമശാലിക്ക് കുഷ്ഠരോഗമായിരുന്നു. ഇവര് കുഷ്ഠരോഗം ഇത് ദൈവം ആരാണെന്ന് അറിഞ്ഞ് മാറ്റാൻ വേണ്ടി ദൈവം ഇട്ടുകൊണ്ടിരുന്ന രോഗമായിരുന്നു. ദൈവം ആരാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചില രോഗങ്ങൾ കാണും, ചില പ്രതിസന്ധികൾ കാണും, തലമുറകളുടെ മേൽ ചില വിഷയങ്ങൾ കാണും. ഇതെല്ലാം സാക്ഷാൽ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സാക്ഷ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അവൻ കുഷ്ഠരോഗിയായി. ഇവനെന്തെല്ലാം ഉണ്ടെങ്കിലും ഈ കുഷ്ഠരോഗം മുഖാന്തരമായി ഇവന് മഹാനും മാന്യമായി അവര് എണ്ണിയെങ്കിലും ഇവരെപ്പോഴും ഈ കുഷ്ഠരോഗത്തെ കുറിച്ചുള്ള ഒരു ചിന്താഗതി, മനസ്സിനൊരു വേദന, ഒരു സമമതിപ്പ് എപ്പോഴും അവന്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. തന്റെ ജീവിതത്തിന്റെ ഒരു തളർച്ചയായിരുന്നു, അല്ലെങ്കിൽ ഒരു പരാജയമാകുന്ന നിരാശയായിരുന്നു കുഷ്ഠരോഗം. അതവന് ചികിത്സിക്കാൻ കഴിയാവുന്ന എല്ലാ രീതിയിലുള്ള ചികിത്സ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും മഹാനും മാന്യനുമായി എണ്ണിയപ്പോഴും കുഷ്ഠരോഗിയെ വേർതിരിച്ച് നിർത്തുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കണം. കുഷ്ഠരോഗിയായിരുന്നു, അവന് അതിൻ്റെതായിട്ടുള്ള ഇവരെ എണ്ണി എങ്കിലും അത് പലപ്പോഴും അത് അവന് വേദനാജനകമായിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നു. ഇവന് ഈ വേദന കൊടുത്ത
കൊടുത്തതിന്റെ പിൻപിലും ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശമാണിതെല്ലാം. അവനെ ദൈവം ആരാണെന്ന് അറിയിക്കാൻ വേണ്ടി ദൈവം അവനെ സ്നേഹിക്കുകയും ചെയ്തത്. ഇവനെ രോഗിയായിരുന്നു. അനാമർ കവർച്ചപ്പടി. അപ്പൊ ഇതിന് പരിഹാരമുണ്ട്. അപ്പോൾ ഏത് വിഷയത്തിനും പരിഹാരമുണ്ട്. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത മനസ്സ് തകർന്നിരിക്കുന്ന വിഷയമായി, അല്ലെങ്കിൽ ബഹുമാനും മാന്യനുമായി മറ്റുള്ളവർ എണ്ണുമ്പോഴും തന്റെ ഉള്ളിൽ താനൊരു കുഷ്ഠരോഗിയാണല്ലോ എന്നുള്ള വലിയൊരു വേദന തന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും. അവന്റെ ജീവിതത്തിൽ അതിനുവേണ്ടി ഒരു പരിഹാരം എവിടുന്ന് കിട്ടും എന്നുള്ള ഒരു ആഗ്രഹം അവന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പകൽ സമയം ആരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവമേ എനിക്കൊരു വിടുതൽ എങ്ങനെ എന്ന് ചോദിക്കുന്ന നീളുന്ന വിഷയമായിട്ട് ആരെങ്കിലും സന്ദേശം കേൾക്കുന്നെങ്കിൽ നീറിപ്പോകുന്ന ഹൃദയങ്ങളെ ദൈവം കാണുന്നു. പുറമെ എല്ലാവരും നോക്കുമ്പോൾ ബഹുമാനനും മാന്യനും പരാക്രമശാലിയെ കഴിവുകളെല്ലാം ഉണ്ട്. പക്ഷെ ഇവന്റെ ഉള്ളിൽ നീറുന്ന വിഷയമായിരുന്ന കുഷ്ഠരോഗം. അല്ലെ, ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അത് പാപമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ പാപം കുഷ്ഠത്തിന് തുല്യമായി നിൽക്കുകയാണ്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ അശുദ്ധനം തേണ്ടി മാറ്റിവിടുന്ന അനുഭവത്തിലേക്ക് വന്നിരിക്കുക. ഇവനെ അശുദ്ധനാണ്. സാഹചര്യത്തിലുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ അശുദ്ധിയുള്ള രോഗമായിട്ട് മാറ്റി അവരെ ആരും അംഗീകരിക്കുന്നില്ല, അവരെ മാറ്റി നിർത്തുകയുള്ളൂ. ആ ഒരു വേദന ഇവന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എന്നാൽ അവന്റെ വേദനയ്ക്ക് പരിഹാരമായിട്ട് അവനെ ദൈവം ആരാണെന്ന് അറിയിക്കാൻ കൂടി ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചതാണ് തോന്നുന്ന ഭാഗങ്ങൾ സംഭവം പശ്ചാത്തലപ്പെട്ടിരിക്കുന്നത്. അരാമർ കവർച്ചപ്പടിയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോലും അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു. പിടിച്ചുകൊണ്ടുപോയ ഒരുപാട് പേരെ കൊണ്ടുപോയി കൂട്ടത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയെ കൂടി പിടിച്ചുകൊണ്ടുപോയി. ഈ ചെറിയ പെൺകുട്ടിയെ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി, നയമാൻ ഈ കൊച്ചിനെ കണ്ടിട്ട് ഇതിനെ അവന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി വീട്ടിൽ നിർത്താൻ കഴിയാത്തത്. നിന്റെ വിടുതല് ദൈവം നിന്റെ ഭവനത്തിൽ തന്നെ ഒരുക്കുകയാണ്. ഈ നയമാന്റെ അന്ന് വരെയുള്ള ആ പ്രതിസന്ധി പ്രശ്നവും കുഷ്ഠരോഗമാണ്. അത് വലിയൊരു ഭാരമുള്ള വിഷയമാണ്. അത് വീട്ടിൽ ഒരു വിഷമമുള്ള വിഷയമാണ്. ഈ പെൺകുട്ടി ആ വിഷമം നിറഞ്ഞ വീട്ടിലേക്കാണ് ഈ നയമാൻ കൊണ്ടുവന്ന് ആക്കിയത്. ആ വീടിന്റെ ബാക്കിയെല്ലാം ഒരു കുഴപ്പമില്ല. ജനാധിപതിയാണ്, പണമുണ്ട്, പദവിയുണ്ട്, എല്ലാം ഉണ്ട് ആ വീട്ടിൽ. പക്ഷെ ആ വീടിന്റെ ഉൾത്തലത്തിലുള്ള വിഷയം അത് ആ പെൺകുട്ടി ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി. അതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഇന്ന് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ ഭവനങ്ങളും വലിയ ആഡംബരങ്ങളും പലതും എല്ലാം ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഭാരപ്പെടുന്ന വിഷയമായിട്ടിരിക്കുന്ന നീറുന്ന വിഷയങ്ങൾ അത് എല്ലാ സന്തോഷത്തെയും കെടുത്തിക്കളയുന്നതായിട്ട് ചില ഭവനങ്ങളിലുണ്ട്. ഈ ഇദ്ദേഹത്തിന്റെ വീടിന്റെ അകത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവന്റെ ഭാര്യയ്ക്കും അവന്റെ മക്കൾക്കും അവന്റെ ഭൃത്യന്മാർക്കും അവന്റെ പരിചാരകർക്കും എല്ലാം ഉണ്ടായിരുന്ന ഒരേ ഒരു വിഷയം അവിടെ യജമാനൻ കുഷ്ഠരോഗിയാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ അവിടെ ഭർത്താവ് കുഷ്ഠരോഗിയാണെന്നുള്ളതാണ്. അതായത് ആ വീടിന്റെ ന്യൂനതയായി, അത് ബലഹീനതയായി, സന്തോഷം കെടുത്തിക്കളയുന്ന വിഷയമായിട്ടുണ്ടായിരുന്നു. ഈ സന്തോഷം കെടുത്തിക്കളയുന്ന വീട്ടിലേക്കാണ് അടിമവാലികയായ ഒരു ഇസ്രായേൽ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത്. ദൈവത്തെ ആരാധിക്കുന്നവന്റെ തലമുറ എവിടെ ചെന്നാലും അത് പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അവരെ ദൈവം ഉപയോഗിക്കും. ദൈവത്തെ ആരാധിക്കുന്നവരുടെ തലമുറകളെ ദൈവം വിവിധ രാജ്യങ്ങളിൽ ചെതറിയിട്ടിട്ടുണ്ട്. അതിന് കാരണം അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി ദൈവത്തിന്റെ തലമുറകൾ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ ചെല്ലണമെന്നുള്ള ദൈവ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നത്. ഈ യുദ്ധത്തെ ജയിപ്പിച്ച് കൊണ്ടുവന്ന കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ കൂടിയെ കൊടുത്തുകൊണ്ട് അവിടെ ചെല്ലാൻ പോകും. ഇവിടെ ചെയ്തു പോകും. അവളുടെ യജമാനൻ ശമരിയിലെ പ്രവാചകർക്ക് ചെന്നെങ്കിൽ അവന് കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു പറഞ്ഞു. ഇവിടെ ചെന്നപ്പം തന്നെ അത് താമസിയാതെ ഈ
വീടിന്റെ സന്തോഷമില്ലായ്മയുടെ മൂല കാരണം എന്താണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ തലമുറകൾക്കറിയാം ഒരു വീട്ടിലെ സന്തോഷമില്ലായ്മ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവിടെ ചെന്നിട്ട് അവൾ സന്തോഷവതിയായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ദൈവതലമുറ എവിടെ പോയാലും അവിടെ സന്തോഷമുള്ളവരായിരിക്കും. നമുക്ക് മനസ്സിലായി ഇവിടെ ഈ വീടിന്റെ എല്ലാം ഉണ്ട്, യജമാനൻ എല്ലാം ഉണ്ട്, യജമാനത്തേക്ക് എല്ലാം ഉണ്ട്, ഒരു കുഴപ്പമില്ലാത്ത വീടാണ്. പക്ഷെ ഈ വീട്ടിന്റെ ദുഃഖകരമായിരിക്കുന്ന വിഷയം ഈ യജമാനന്റെ രോഗമാണ്. നമ്മൾ മനസ്സിലാക്കിയത് അതിന്റെ യജമാനത്തോട് യജമാനൻ ശബരിയിലെ പ്രവാചകർക്കൊന്ന് ചെന്നെങ്കിൽ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഈ വിഷയത്തിന്റെ പരിഹാരം കൊച്ചല്ലേ അവിടെ പറഞ്ഞു. പെൺകുട്ടി, ചെറിയ പെൺകുട്ടി പറഞ്ഞു, ഞാൻ വിചാരിക്കുന്നത് അവൾക്കറിയാവുന്ന ഭാഷയിൽ സംസാരിക്കുകയാണ്. ഈ ശബരിയിലെ പ്രവാചകനെ കുറിച്ച് നന്നായി അറിയാവുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ കൊച്ചു. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളും അതുപോലെ തന്നെ നമ്മുടെ ഈ മറ്റുള്ള പ്രോഗ്രാമൊക്കെ നടത്തി വചനം വിട്ടുകൊടുക്കുന്നത്, യേശുവിനെ കുറിച്ച് അറിയിക്കുന്നത് മറ്റുള്ള വിടുതലിന് വേണ്ടിയിട്ടാണ്. ഈ ശമരിയിലെ പ്രവാചകനായിരിക്കുന്ന എലീശ ആരാണെന്നുള്ള അറിവ് ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നു. ഇവിടെ അടിമയായി കൊണ്ടുപോകുമ്പോഴും ഇവിടെ ഉള്ളിൽ അറിയാമായിരുന്നു ദൈവത്തെ സേവിക്കുന്ന പ്രവാചകൻ എലീശ പ്രവാചകൻ ശമരിയിലുള്ളത്. നമ്മൾ പറയുന്നത് ശമരിയിലെ പ്രവാചകർക്ക് ചെന്നെങ്കിൽ, കാരണം അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇസ്രായേൽ ദേശത്ത് എല്ലായിടത്തും അറിയാം. ഏലിയാവിനെ സ്വർഗ്ഗത്തിലേക്ക് എടുത്തെന്നും തിരിച്ച് എലീശ അഭിഷിക്തനായി മടങ്ങുമെന്നും അവൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എലീശ അടുത്ത പ്രവാചകനാണെന്നുള്ള കാര്യം ഇസ്രായേലിലെ ശമരിയിലൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പെൺകുട്ടി പറഞ്ഞത് ശമരിയിലെ പ്രവാചകനുണ്ട്, ശക്തനായ പ്രവാചകനാണ്, അവന്റെ അടുക്കൽ ചെന്നാൽ വിഷയത്തിന്റെ പരിഹാരം ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിച്ചത്. അവള് പറയാ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ മനസ്സിലായി ഈ വീടൊന്ന് സ്വസ്ഥമാകണമെങ്കിൽ, സന്തോഷിക്കണമെങ്കിൽ, മാറ്റം വരണമെങ്കിൽ ഇവരുടെ ദൈവങ്ങൾക്ക് കഴിയത്തില്ല, ഇവരുടെ കഴിവുകൊണ്ട് കഴിയത്തില്ല. എന്നാൽ ഞങ്ങൾ പരാജിതരായി വന്നെങ്കിലും ഞങ്ങൾ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ പരാജയത്തിന്റെ ദൈവമല്ല, അവന് മാറ്റാൻ കഴിയാത്ത ഒരു വിഷയമില്ല എന്നുള്ള ഒരു തിരിച്ചറിവും വിശ്വാസവും ഈ ചെറിയ പെൺകുട്ടിക്കുണ്ടായിരുന്നു. ഇസ്രായേലുള്ള വളർന്ന പലർക്കും ആ വിശ്വാസമില്ലായിരുന്നപ്പോ, അനേകർക്ക് ആ വിശ്വാസമില്ലാതിരുന്നപ്പോൾ ഈ പ്രിയ കുഞ്ഞിന് ആ വിശ്വാസമുണ്ടായിരുന്നു. അതെ, എന്റെ ദൈവത്തിന്, അല്ലെങ്കിൽ ഞാൻ എന്റെ ദൈവത്തെ സേവിക്കുന്ന പ്രവാചകന് കഴിവുണ്ടെന്നുള്ള തിരിച്ചറിവ് ഈ പെൺകുട്ടികൾ ഇത് കേട്ടപ്പോ വേണമെങ്കിൽ അവർക്ക് വേണം ചോദിക്കാമായിരുന്നു, നിങ്ങള് പ്രവാചകത്തെ കഴിവുള്ളവരാണെങ്കിൽ ദൈവൻ എന്തിനാ ഇവിടെ അടിമയായി വന്നത് ചോദിച്ചിരുന്നെങ്കിൽ ഇവിടെ നടക്കത്തില്ല. ഇവൾ പറഞ്ഞപ്പോ അന്നേരം തന്നെ ഒരു മാറ്റമാണല്ലോ, വിടുതലാണല്ലോ എന്ന് കണ്ടുകൊണ്ട്, ഒരു പരിഹാരമാണല്ലോ എന്ന് കണ്ടുകൊണ്ട് ഈ കാര്യം ഈ കാര്യം പരീക്ഷ അവൾ തന്റെ യജമാനത്തിന്റെ പ്രവാചകത്തിലൊന്നും ചെന്നെങ്കിൽ ഒരു പുസ്തകം മാറ്റിക്കൊടുക്കുവാനെന്ന് പറഞ്ഞു. അവൻ ചെന്ന് തന്റെ യജമാനോട് ഇത് വീട്ടിൽ പറഞ്ഞപ്പോ, ഞാൻ വിചാരിക്കുന്ന ചോറിനാമ കഴിഞ്ഞപ്പോ ആകാശം കഴിഞ്ഞപ്പോൾ ആര്യ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ നമ്മള് കൊണ്ടുവന്നിരിക്കുന്ന ഈ പെൺകൊച്ചുണ്ടല്ലോ പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ശബരിയിൽ ഒരു പ്രവാചകനുണ്ട്, അവന്റെ അടുക്കൽ ചെന്നാൽ രോഗം മാറുമെന്ന് ഇവൾ പറഞ്ഞിട്ടുണ്ട്. ഇവൾ പറയുന്നതൊക്കെ ശരിയാ. വന്ന കുറച്ച് ദിവസമായിട്ടുള്ള എനിക്ക് മനസ്സിലാക്കിയതോളം കാലം ഈ കൊച്ച് ഒരു പ്രത്യേകതയുള്ളതാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് യജമാനൻ അല്ലെങ്കിൽ പറയത്തില്ല. ഈ പെൺകൊച്ച് അവിടെ ചെന്നപ്പം തന്നെ മാറ്റം അവൾക്ക് മനസ്സിലായി. ഒരുപാട് പരിചാരകരും വേലക്കാരൊക്കെ ഉള്ള ഒരു വീട്ടിലാണ് ഈ പെൺകൊച്ച് പഠിച്ചത്. ഏതെല്ലാം ജാതീയ ആൾക്കാരുണ്ടെങ്കിലും ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് യജമാനന്റെ ഭാര്യ അല്ലെങ്കിൽ ഈ യജമാനത്തോട് പറഞ്ഞ കാര്യം അതൊരു പൊതുവിഷയമായി വന്ന് അവരുടെ ചെവിയിൽ കൊടുക്കണമെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് വിലയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ യജമാനത്തി എന്ത് ചെയ്തത് നയമാനോട് പറയാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് അവൻ ചെന്ന് തന്റെ യജമാനോട് അങ്ങനെ നയമാൻ അവിടുന്ന്
പോകാൻ കഴിയത്തില്ല. നയമാൻ അരാൻ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറയുക, യജമാനോട് പറയുക, ശാലദേശക്കാരത്തെ പെൺകുട്ടി ഇതിന്റെ പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു എന്ന് പറഞ്ഞു. രാജാവേ, അരാൻ രാജാവ് പറയുകയാണ്, ഇന്നുപോലെ ഇങ്ങനെ ഒരു കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, നീ പോയി വരിക, രാജാവിനോട് എടുത്ത് തരാം രാജാവ് പറഞ്ഞു. കാരണം റിക്വസ്റ്റിന്റെ ആവശ്യമില്ല, തോപ്പിച്ചു വന്ന രാജ്യമാണ് എന്ന് കരുതി കൊടുത്താൽ അംഗീകരിച്ചേ പറ്റുള്ളൂ, അത് അനുസരിച്ചേ പറ്റുകൊള്ളുന്ന ഈ അരാൻ രാജാവിനെ അറിയാം. നീ വന്ന കാര്യം ചെറിയ കാര്യമാണ്, നിസ്സാര കാര്യമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എഴുത്ത് തന്നുവിടാം, ഇത് കൊണ്ടുപോയി കൊടുത്താൽ മതി, ഒരു എഴുത്ത് തരാം എന്ന് അരാൻ രാജാവ്. അവിടുത്തെ പ്രവാചകൻ അടുക്കൽ പോകണമെങ്കിൽ നമുക്കറിയാം, ഒരു രാജാവിന്റെ അടുത്തേക്ക് കത്ത് കൊടുത്തു. രാജാവിനെ കത്തെഴുതി, രാജാവ് പ്രവാചകൻ എഴുതുന്നത് രാജാവിനോട് ഇടപെട്ടു, പറഞ്ഞു എഴുത്ത് കൊടുത്തു വിട്ടു. കാരണം പരാജയപ്പെടുത്തി കൊണ്ടുപോയതേ ഉള്ളൂ. ഇസ്രായേൽ രാജാവ് തോറ്റു നിൽക്കുകയാണ്. അപ്പോൾ വിചാരിച്ചത് ഈ പ്രശ്നമൊന്നും ഒഴിവായി മാറിയല്ലോ, സ്വസ്ഥമാകാൻ വിചാരിക്കുമ്പോഴാണ് ഒരു എഴുത്തുമായിട്ട് ഒരുവൻ വരുന്നത്. നീ പോയി വരിക, നേസായം രാജാവ് എഴുത്ത് തരാമെന്ന് രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. ഈ ഇങ്ങനെ പോയിട്ടുള്ള പരിചയമുള്ളവർക്കറിയാം. അതുകൊണ്ട് ഇപ്പം പോയപ്പോൾ ഈ സൗഖ്യമാകുമ്പോൾ അവന് ചെയ്യാനുള്ളതായിട്ടുള്ള ക്രിയ ചെയ്യാൻ വേണ്ടി അവൻ കൊണ്ടുപോകുന്നതാണ് ഈ സാധനങ്ങൾ. അതിന്റെ തൂക്കം എന്ന് പറഞ്ഞാല് 400 കിലോ വെള്ളി, ഏകദേശം 69 കിലോ സ്വർണം, 10 കൂട്ടം വസ്ത്രം, ഇതെല്ലാം എടുത്താണ് പുറപ്പെടുന്നത്. ഇത്രയും ആ സാധനം കൊണ്ടുപോകുന്നത്. അവൻ നിസ്സാരായ അടുക്കൽ എഴുത്തും കൊണ്ടുവന്നു. അതിൽ ഈ എഴുത്ത് കൊണ്ടുവരുന്ന എന്റെ ഭൃത്യ നയമാന്റെ പുസ്തകം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ ഒരു കാര്യം ചെയ്യുന്ന എഴുതി. എന്റെ കണ്ണൻസ് ഇത്രയാണ്. റിക്വസ്റ്റ് ചെയ്തില്ല, അപേക്ഷിച്ചൊന്നുമില്ല. കാരണം ജയിച്ച രാജാവ് തോട്ട രാജാവിനെ കത്തെഴുതുക. പക്ഷെ അതിരിക്കുന്നതാണ്, എഴുത്ത് കൊണ്ടുവരുന്ന എന്റെ ഭൃത്യ നയമാന്റെ പുസ്തകവും നീ മാറ്റിക്കൊടുക്കണം. ഇത് കൽപ്പന, ഓർഡറാണ്. അത് കിട്ടിയപ്പോൾ തന്നെ ഇസ്രായേൽ രാജാവ് എഴുതുപോയി വസ്ത്രം കയറി. പുള്ളി ആകെപ്പാടെ പേടിച്ചു. വസ്ത്രം കയറി, രാജാവ് വസ്ത്രം കയറി. കാരണം ഈ ജയിച്ചു പോയിക്കുന്ന അരാൻ രാജാവ് കത്തെഴുതി ഇങ്ങനെ ഇട്ടിരിക്കുക. ഈ കത്ത് കണ്ടപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ വിഷയം മനസ്സിലാക്കി തന്നെ രാജാവ് വസ്ത്രം കയറിപ്പോയെന്ന് ഒരു കൊച്ചു പെൺകുട്ടി പറയുന്ന വിഷയമാകുമ്പോൾ രാജാവിന്റെ വസ്ത്രം വരെ കയറുന്ന വിഷയമായി മാറും. പക്ഷെ ഇത് ഇവരോട് പോയി പറഞ്ഞ വിഷയം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. നയമാന് ലഭിച്ച വിജയവും അരാമന് ലഭിച്ച വിജയവും എങ്ങനെയാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്നതാണ്. രാജാവ് വസ്ത്രം കയറി, യസായ വസ്ത്രം കയറി അവന് ചെയ്തു. അവനിതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കാൻ ഒരാളെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു, മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ, നോക്കുവാൻ അവൻ ഇതിനാൽ എന്നോട് ശണ്ടയ്ക്ക് കാരണം അന്വേഷിക്കുകയല്ലയോ എന്ന് പറഞ്ഞു. രാജാ പറയോ, എന്ത് ചെയ്യും? ഒരു വഴക്കിന്, ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു കാരണം കണ്ടുപിടിക്കുകയാണ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിലപിക്കുക, പ്രയാസപ്പെടുക. സായ വസ്ത്രം കയറി കളഞ്ഞെന്ന് ദൈവഷായ എലീശ കേട്ടപ്പോൾ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. നീ വസ്ത്രം കീറി കളഞ്ഞത് അവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയുമെന്ന് പറഞ്ഞു. എലീശ പറഞ്ഞു, നീ വസ്ത്രം കീറി കളയൊന്നും വേണ്ട, ഞാൻ ദൈവത്തിന്റെ പ്രവാചകനായി ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയത്തില്ലെങ്കിലും അത് അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിക്കാൻ ദൈവത്തെ അറിയാം. ഇസ്രായേൽ ഓരോ ദിവസം ചെല്ലുന്നവർ ദൈവത്തിൽ നകന്നുകൊണ്ടിരിക്കുക, അന്യ ദൈവങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുക. അവർ ഒന്നിനു പുറകെ ഒന്നായി ദൈവത്തെ നകന്നുകൊണ്ടിരിക്കുമ്പോൾ എലീശ പറഞ്ഞു, ഇസ്രായേൽ ഒരു പ്രവാചകനുണ്ടെന്നുള്ളത് ക്ഷമിച്ചു കൊടുക്കാന്നു, എന്റെ അടുക്ക വേണമെന്നു. രാജാവിന് അസാധ്യമാ. പക്ഷേ അവിടെ ദൈവഭക്തനായിരിക്കുന്ന എലീശ പറഞ്ഞു, നിനക്ക് തലവേദനയായിരിക്കുന്ന വിഷയം എനിക്ക് വിഷയമല്ല. ഞാനതിൽ ദൂത് പറയാം. നമ്മളെക്കാൾ കഴിവും പ്രാപ്തിയും ശക്തിയും ഒക്കെ ഉള്ളവർക്ക് തലവേദനയായിരിക്കുന്ന വിഷയം, തലവേദനയെ ഭാരമായി എന്ത് ചെയ്യണമെന്നറിയാതെ വസ്ത്രം കിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ഭക്തനത് വിഷയമല്ല, അത് പരിഹാരം അവനതുകൊണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. മറ്റുള്ളവർക്കെല്ലാം ഭയങ്കര ചൂട്, ഭയങ്കര വിഷയം എന്നൊക്കെ പറയും. അതിന്റെ മധ്യത്തിലും നമ്മൾ വേണം ദൈവത്തിന് നമ്മളെ കരുതാൻ കഴിയും. നമ്മുടെ ലോക മനുഷ്യരെ പോലെ ആകരുത്. എല്ലാം കൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാം കൊണ്ട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വ്യത്യസ്തത എന്താണ്? രാജാവിന്റെ തലഭയന്തരയായി മാറിയ വിഷയം പ്രവാചകൻ നിസ്സാരമായിട്ട് പറഞ്ഞു, നീ വസ്ത്രം കീറി തലതെല്ലാൻ
ഇങ്ങനെ വിലപിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ വിഷയം എന്റെ അടുക്ക വിട്ടാൽ മതി, ഞാനത് പരിഹരിക്കാം. ഇതാണ് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേകത, ദർശനമുള്ളവരുടെ പ്രത്യേകത, കാഴ്ചപ്പാടുള്ള പ്രത്യേകത. അവനറിയാം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. കുലുങ്ങിപ്പോയി, ബാധപ്പെട്ടില്ല. അങ്ങനെ എന്നാൽ രാജാവ് ഒരു പ്രവാചകനുണ്ടെന്ന് അങ്ങനെ നയമാൻ രഥത്തോടും കുതിരോടും കൂടെ ഏലീശായുടെ വാതിക്കൽ വന്നതെന്ന്. അവിടുന്ന് നയമാൻ സൈന്യങ്ങളോടുകൂടെ അല്ലെങ്കിൽ അവിടുത്തെ രാജാവിന്റെ കത്തോടുകൂടി രാജാവിന്റെ അരമനയിലെത്തി. അവിടെ എഴുത്തു കൊടുത്ത് വായിച്ചപ്പോൾ വസ്ത്രം കീറി ആകപ്പാട് തകർന്നുപോയ രാജാവ് ഇത് കേട്ട് എലീശ ഇടപെട്ടു. എലീശ പറഞ്ഞു, ആ വിഷയം എന്റെ അടുക്ക് വിട്ടേത് ഞാൻ തീർത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഈ രാജകൊട്ടാരത്ത് നിന്ന് നയമാനും കൂട്ടരും കൂടി ഏലീശയുടെ വീട്ടിന്റെ വാതിക്കൽ വന്നു. എലീശ ആളയച്ചു. എലീശ ഇറങ്ങിച്ചെന്നില്ല. എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കാപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. എലീശ ദർശനം കൊടുക്കാനൊന്നും പോയില്ല. എലീശ ആളയച്ചത് പറഞ്ഞു, നയമാനോട് പറഞ്ഞത് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെ തന്നെ നിശുദ്ധനാകുന്നു, മുമ്പിലത്തെ പോലെയായി നിശുദ്ധനാകുമെന്ന് പറഞ്ഞു. ഇവൻ ജന്മനാ വിശ്വകനായിരുന്നു. വിശ്വകം പിടിപെട്ടതാണ്. എന്നാ പിടിപെട്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ പിടിപെട്ടത് അവന്റെ ജീവിതത്തിന്റെ ഭാരമായിരുന്നു. മാറാനായിട്ട് ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ഏലീശയുടെ അടുക്കൽ ചെന്നപ്പോ ഏലീശ പറഞ്ഞതാണ്. എലീശ ആളയച്ച് പറഞ്ഞു, ഇവൻ എലീശ വീട്ടുവാഴിക്കാൻ പോലും ഇറങ്ങിച്ചെന്നില്ല. കാരണം ഇവന് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇസ്രായേൽ പരാജയപ്പെട്ടതുകൊണ്ട്, ഇവൻ ജയിച്ചതുകൊണ്ട് ഇവർ വിചാരിച്ചത് ഇവരാണ് വലുതാണെന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് രാജാവ് വസ്ത്രം കീറി ഭാരപ്പെട്ടവനെ അയച്ചപ്പോൾ നിശ്ചയമായിട്ടും ഈ പ്രവാചകൻ ഭയപ്പെട്ട് ഇറങ്ങിച്ചെന്ന് ഇവന്റെ മുമ്പിൽ ഇവൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചെയ്തു കൊടുക്കുന്ന വിചാരിച്ചത്. പക്ഷെ ഇവന്റെ വിചാരത്തെ എല്ലാം മാറ്റിമറിക്കുന്നതായിരുന്നു എലീശയുടെ പ്രവൃത്തി. എലീശ ആളയച്ച് പറഞ്ഞു, യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം കുളിക്കാന്നു. ഇത് കേട്ടപ്പോ നയമാൻ ഏറ്റവും കോപിച്ച് അവിടുന്ന് പുറപ്പെട്ടു. അവൻ തന്നെ പുറത്ത് വന്ന് അടുത്ത് നിന്ന് തന്റെ ദൈവമായ യഹോവയോട് നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന് മീതെ ആട്ടി ഇങ്ങനെ കുശോകിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണ്. പക്ഷെ പോന്നപ്പോൾ വിചാരിച്ചത് ഇങ്ങനെയാണ്, ഞാൻ ഈ പ്രവാചകന്റെ അടുക്കൽ ചെല്ലും, രാജാവിന്റെ കത്തുണ്ട്, ഇത് കേട്ട് ഞാൻ ചെന്ന് കഴിയുമ്പോൾ തന്നെ അദ്ദേഹം ഇറങ്ങി വരും. ഇറങ്ങി വന്ന് നമ്മുടെ വിചാരങ്ങൾ അല്ല, ദൈവീയ വിചാരങ്ങൾ. നയമാന്റെ വിചാരങ്ങൾ ഇതായിരുന്നു. അവൻ മാന്യനാണ്, ബഹുമാനനാണ്. അവൻ അത്രയും ഒരു രീതിയിലുള്ള പ്രവൃത്തികൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വിചാരിച്ചത് മാന്യത ലഭിക്കുന്ന വിചാരിച്ചത്. പക്ഷേ ഇവിടെ മാന്യത ലഭിക്കാനൊന്നും പോയില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞത് നീ അനുസരിക്കുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി പ്രവാചകൻ മനസ്സിനെ തൊട്ട് സംസാരിച്ചു. വിചാരിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ദമേശക്കിലെ തൈകളായ അമാനയും പർവ്വതം ഇസ്രായേൽ ദേശത്തിലെ എല്ലാ കൊല്ലങ്ങളെക്കാളും നല്ലതല്ലയോ, എനിക്ക് അവയെ കൂടി ശുദ്ധമാകരുന്നു എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. തിരിഞ്ഞു പോവുകയാണ്, മടങ്ങിപ്പോവുകയാണ്. ഒന്നും സാഹചര്യമായിട്ട് മടങ്ങിപ്പോവുകയാണ്. ക്രോധനെയും ഇങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് എനിക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കേട്ട് വന്നതാണ്. പക്ഷെ അവൻ പ്രതീക്ഷിച്ചത് ഒന്ന് കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ കോപത്തോടെ അവൻ മടങ്ങിപ്പോയപ്പോൾ അവന്റെ മനസ്സിലായിരുന്നു, ഇതിനേക്കാൾ എത്രയോ നല്ല നദികൾ അവിടെയുണ്ട്, അവിടുത്തെ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ, ഈ അവയിൽ കൂടി ശുദ്ധമാകരുതോ എന്ന് പറഞ്ഞ് ക്രോധത്തോടെ പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ എവിടെ പോയി കുളിച്ചാലും പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പ്രമാണം അനുസരിച്ച് നീ കുളിച്ചില്ലെങ്കിൽ നീ ശുദ്ധമല്ല. നീ എവിടെയെല്ലാം സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാലും വചനപ്രകാരമുള്ള സ്നാനമേറ്റില്ലെങ്കിൽ നീ ശുദ്ധിയാകത്തില്ല. പാവമെന്ന കുഷ്ഠം മാറണമെങ്കിൽ ക്രിസ്തു പറഞ്ഞിരിക്കുന്ന വിശ്വാസ ജലസ്നാനമേൽക്കണം, ദൈവാത്മാവിലുള്ള ജലസ്നാനമേൽക്കണം. അതാണ് ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ പാപത്തിന്റെ കുഷ്ഠം മാറി കിട്ടണമെങ്കിൽ നീ മറച്ചു വെച്ചുകൊണ്ട് കോപിച്ചുകൊണ്ട് സ്നാനസൂക്ഷിയെ കുറിച്ചുള്ള ജലസ്നാനത്തെ കുറിച്ചൊക്കെയുള്ള ക്ലാസുകൾ പഠിപ്പിക്കലൊക്കെ വരുമ്പോൾ പലർക്കും ഇതുപോലെയാ ഊട്ടിച്ച് അവർ പോകും, അവർ പഴകിപ്പോകും. ദൈവവചനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പറയുമ്പോൾ
പിണങ്ങിപ്പോകും. അതുവരെ കേട്ടു വന്നതാ, നല്ലതാണെന്ന് പറഞ്ഞു വന്നതാ, അസൗഖ്യം വായിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ വിശ്വസിച്ച് സ്നാനപ്പെടാൻ പറയുമ്പോൾ എത്രയോ പേരെ കോപിച്ചു പോയിട്ടുണ്ടെന്നറിയാം. എത്ര പേര് കോപിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലതില്ലേ എന്ന് ചോദിച്ചപ്പോ, എന്നാൽ ഈ പറയുന്ന കലക്ക് വെള്ളത്തിൽ മുങ്ങാൻ പറഞ്ഞ മുങ്ങിയ മതിയാകുള്ളൂ കുഞ്ഞെ. നിനക്ക് സൗഖ്യം വേണോ? വിടുതൽ വേണോ? ഈ മാറ്റം നിനക്ക് ആവശ്യമാണോ? നീ കർത്താവ് വഹിക്കുന്ന ജലസ്നാനം ഏറ്റേ മതിയാകുള്ളൂ. വിശ്വസിച്ച് സ്നാനമേൽക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടണമെന്നുള്ള ദൈവം കൽപ്പിച്ച പ്രമാണമാണ്. അതനുസരിച്ച് നീ സ്നാനപ്പെടാതെ നിനക്ക് എന്തെല്ലാം പ്രമാണമുണ്ടെന്ന് പറഞ്ഞാലും, എന്തെല്ലാം അധികാരമുണ്ടെന്ന് നിനക്ക് ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും വിശുദ്ധമാകത്തില്ല. നീ അതുപോലെ തന്നെ ഭാവിയെ നിൽക്കുകയോ. ഗുരുതാ വിചാരിച്ചത് എന്നാൽ കുളിപ്പിക്കാൻ വേണ്ടിയാണോ പ്രവാചകനെ നോക്കിയത്? ഇങ്ങനെ ഈ ജോർദാനിൽ കുളിച്ചാൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചാൽ എന്റെ അസുഖം മാറുമെന്ന് ഇദ്ദേഹം പറയുന്നല്ലോ. അതിന്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ആരെങ്കിലും സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ അരുളപ്പാടും കൽപ്പനയുമാണ്, മാറ്റമില്ലാത്തത്. വിശ്വാസ തൃത്വ സ്നാനം കേൾക്കാത്തവർക്കാർക്കും പാപമോചനം ഉണ്ടാകുകയില്ല. യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ സ്നാനമെടുക്കണം. ആ സ്നാനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വേണം സ്നാനമെടുക്കുവാൻ. ഒരു തൃത്വ വിശ്വാസ ജലസ്നാനമാണ്. അത് ഏൽക്കാതെ പാപത്തെ കഴുകിക്കളയാൻ കഴിയത്തില്ലതാണ് കുശരോഗത്തോടുള്ള ബന്ധത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അത് ചില വിചാരിക്കുന്നത് ഞാൻ ഈ പാരമ്പര്യം വിട്ടു പോരത്തില്ല, ഞാൻ സ്നാനപ്പെടുത്തില്ല എന്ന് പറയുന്ന അനേകര് അത് വല്ലാതെ ശക്തി പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് പോരത്തില്ല. അതാണ് ഇവിടെ ഇത് കാണിച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ച് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ക്രോധത്തോടെ മടങ്ങിപ്പോകുമ്പോൾ അവന്റെ ഭൃത്യന്മാർ അടുത്ത് വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നെങ്കിൽ നീ ചെയ്യാതിരിക്കുമോ? പറഞ്ഞു. ചെറിയ കാര്യം പറഞ്ഞുകൊണ്ടല്ലേ നിനക്ക് ബുദ്ധിമുട്ട്? എത്രയോ പേര് മലകൾ കയറാനൊക്കെ തയ്യാറെടുത്ത് നിൽക്കുക, വലിയ കുരിശു മരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നത്. ഇവരെ ഇതൊക്കെ കാണുമ്പോൾ ദൈവം എത്രയോ ചെറിയ കാര്യമാ രക്ഷയ്ക്കായി പറഞ്ഞിരിക്കുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് യേശുവിനെ ഏറ്റുപറഞ്ഞ് കർത്താവെ ജലത്തിൽ വിശ്വാസസ്നാനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടാൽ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധമാവുന്ന സ്നാനം എന്ന അഭിഷേകം ലഭിക്കുമെന്ന അടിസ്ഥാന ഉപദേശം കർത്താവ് പറയുമ്പോൾ വലിയ കാര്യമാണോ പറഞ്ഞിരിക്കുന്നത്? പക്ഷേ ഈ വലിയ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ പലരും അത് ചെയ്തേനെ. ഇദ്ദേഹത്തോട് പറയുക, നീ ഇതിന് ചുറ്റും ഒരു 10 പ്രാവശ്യം ഓടിക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഓടിയേ. ഈ ചെറിയ കാര്യം പറഞ്ഞപ്പോൾ അവനത് മനസ്സിലാക്കി ദൈവത്തിന്റെ പ്രമാണങ്ങൾ എത്ര ലഘുവായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെടാനുള്ള ദൈവസഭയുടെ ഉപദേശങ്ങൾ എത്ര എല്ലാവർക്കും സ്വീകാര്യമായ കാര്യം. അതിനു വേണ്ടി ദൈവം തന്നിരിക്കുന്ന മാർഗങ്ങളെ എതിർത്തുകൊണ്ട് അതിനോട് കോപിച്ച് എത്ര പേരെ മാറി നിൽക്കുന്ന ആരെങ്കിലും സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിന്റെ ദൂതായി ഏറ്റെടുത്തുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ഈ കഥാലോരോട് ഒരുക്കപ്പെടണമെന്നുള്ള സന്ദേശം കൂടി ഇതിനുള്ള ബന്ധമായി ഇതിനോട് ബന്ധത്തെ അറിയിക്കുക. പലപ്പോഴും പലർക്കും സത്യം വിളിച്ചു പറയുമ്പോൾ കേട്ടു വന്നതുപോലെയല്ല, അവിടെ ചെന്നപ്പോൾ സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി കേൾക്കണം, ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഉള്ളതെന്ന് പറഞ്ഞേക്കണം. ഉള്ളതോളം പൊക്കോട്ടെ, നിൽക്കാവളോ നിൽക്കട്ടെ. നമ്മൾ വിചാരിക്കും നാളെ പറയാം. ശരിയാ, പറയേണ്ട സമയത്ത് ദൈവാത്മാ പേര് പറഞ്ഞേക്കണം. രക്ഷയ സ്നാനം ഒരുപോലെയൊക്കെ പറയണം. അതായത് ദൈവത്തിന്റെ ഈ പ്രവാചകൻ എലീശാ പറഞ്ഞത്. യോർദാൻ നദിയിൽ നിന്ന് മുങ്ങിക്കോ, 7 പ്രാവശ്യം മുങ്ങിയാൽ ഒക്കെ സൗഖ്യമാണ്. ശിവനത് കേട്ടപ്പോൾ ചെറിയ കാര്യമാണ് കണ്ടുകൊണ്ട് അവൻ മടങ്ങിപ്പോയി. അപ്പോൾ പറയാൻ നീ ചെയ്യുവാൻ പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകാൻ നിന്നോട് കൽപ്പിച്ചാൽ എത്ര അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വയോപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി പരിശുദ്ധനായി. ദൈവ വചനം അനുസരിച്ചാൽ 1 പ്രാവശ്യം മുങ്ങി, മാറ്റമുണ്ടായില്ല. 2, 3 അവൻ എണ്ണി 7 പ്രാവശ്യം. 6ാമത്തെ പ്രാവശ്യം മുങ്ങിയപ്പോഴും അവൻ കുശരോഗിയായി. ദൈവ ശബ്ദം കേട്ട് 7ാം പ്രാവശ്യം അവൻ മുങ്ങിയപ്പോൾ അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. അവന്റെ ദേഹം ഒരു ചെറിയ ബാലന്റെ ദേഹം പോലെയായി.
അതൊരു മാറ്റമുള്ളതായി മാറി. ആ കുഷ്ഠരോഗത്തിന്റെ മുഴുവൻ വഴക്കളും മാറുവാനിടയായിട്ട് അനുഭവിക്കാനിടയായിട്ട് അതുവരെ അവന് ഉണ്ടായിരുന്ന അവന്റെ സകല ദേഷ്യങ്ങളും വേദനകളും ഭാരങ്ങളും നിരാശയും എല്ലാം 7-ാം പ്രാവശ്യം പൊങ്ങിയപ്പോൾ മാറിയതുപോലെ ദൈവവചനം അനുസരിച്ച് നാം ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങൾ വലിയ മാറ്റം മനുഷ്യരിൽ സംഭവിക്കാനിടയായി. പിന്നെ അവൻ സകല പരിവാരവുമായി ദൈവശാടിക്കൽ മടങ്ങി വന്നവനും ഭാഗം ഇത് സൗഖ്യമായി കഴിഞ്ഞപ്പോൾ ഇവൻ സകല ആൾക്കാരുമായി വന്ന് ദൈവശംഭാഗം വന്നു. ഇസ്രായേൽ എന്ന് പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ചിന്തിച്ചതുപോലെ അല്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇസ്രായേലിലല്ലാതെ ഭൂമിയിൽ നിന്നും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആകയാൽ എന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിജ്ഞ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. 7-ാം പ്രാവശ്യം മുങ്ങി സൗഖ്യമായി കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഞാൻ തോൽപ്പിച്ചുകൊണ്ടുപോയി ഈ ദേശത്തുനിന്ന് പിടിച്ചുകൊണ്ടുപോയി ജയം എനിക്ക് ലഭിച്ചത് എന്റെ കഴിവുകൊണ്ടല്ല. ഇസ്രായേലിൽ ദൈവമുണ്ട്, ആ ദൈവത്തെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നവന് മനസ്സിലായതോട് പറയുക. പല സ്ഥലങ്ങളിൽ നോക്കിയിട്ടും നടക്കാതിരുന്ന കാര്യം അവന്റെ ജീവിതത്തിൽ മാറ്റമായി ലഭിച്ചപ്പോൾ അവൻ പറയുക, ഇസ്രായേലല്ലാതെ ഭൂമിയിൽ നിന്നും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആകയാൽ എന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിജ്ഞ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളുവാൻ അവൻ നിർബന്ധിച്ചിട്ട് അവൻ വാങ്ങി. അപ്പോൾ നയമാൻ, എന്നാൽ 2 കോവർ കഴുതച്ചുമടും മണ്ണ് കൈവയ്ക്കണമേ, പക്ഷെ ഇനി യഹോവയ്ക്കല്ലാതെ അന്യദൈവങ്ങൾക്ക് ഹോമയാകും ഹനയാകും കഴിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യത്തിൽ മാത്രം യഹോവയോട് ക്ഷമിക്കുമാറാകട്ടെ, ഞാൻ യജമാനത്തെ നമസ്കരിക്കാൻ ഡിമോക്ഷത്തിൽ ചെന്ന് എന്റെ താങ്കളോട് കുമ്പിടുമ്പോൾ ഞാൻ ഡിമോക്ഷത്തിൽ നമസ്കരിച്ച് പോകുന്ന കാര്യത്തെ യഹോവയോട് ക്ഷമിക്കുമാകും. ഇവിടെ ഇവന് മാറ്റമുണ്ടായി. ഇവിടെ അറിയാമായിരുന്നു, സൗഖ്യമായിട്ട് അങ്ങോട്ട് ചെന്നാലും ഈ പറയുന്ന അരണ്ടായാലൊന്നും മാനസാന്തം ഉണ്ടാകത്തില്ല, അവരാരും അംഗീകരിക്കുന്നില്ല. പക്ഷെ അനുഭവം ഉണ്ടായവന് മാറ്റമുണ്ടായി. അവൻ സമ്മതിച്ചു, ഇത് യഥാർത്ഥമായ ദൈവമാണ്, ഈ ദൈവത്തെ അല്ലാതെ ഞാൻ ആരെയും എത്തിയില്ല, ഇനി നമസ്കരിക്കില്ല, ആരാധിക്കില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടുത്തെ മണ്ണ് എത്ര ശ്രേഷ്ഠതയുള്ളതാണ്, അതുകൊണ്ട് ഒരു 2 ചുമട് മണ്ണ് എനിക്ക് തന്നുവിടണം, കാരണം എനിക്കിത് എന്നും അവിടെ കാണേണ്ട ഓർമ്മയ്ക്കായിട്ടത് ഇസ്രായേൽ എന്ന് പലതും പിടിച്ചുകൊണ്ട് പോയതാണ്. അവന് മനസ്സിലായി, ഇസ്രായേലിന്റെ മണ്ണിൽ ഇസ്രായേലിൽ നിന്ന് വാഴ്ത്തത്തെ ദേശം കൊടുത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവം ശക്തിയുള്ള ദൈവമാ, സൗഖ്യമാക്കുന്ന ദൈവമാ, വിടുവിക്കുന്ന ദൈവമാ. ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് അവന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്റെ ജാതിക്കാനായിരിക്കുന്ന നയമാൻ പറയുക, ഇനി ഞാൻ ഈ ദൈവത്തല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഹോമയാകോ ഹന്തയാകോ കഴിക്കുകയില്ല. എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവരെല്ലാം ഈ ദൈവത്തെ ഉപേക്ഷിച്ച് ഹനയാഗങ്ങളും ഹോമയാഗങ്ങളും കഴിക്കാൻ വേണ്ടി അന്യദൈവങ്ങളെ സേവിച്ച് അതിനുവേണ്ടി നടക്കുമ്പോൾ മറുഭാഗത്ത് ദൈവം നയമാനെ കൊണ്ടുവന്ന് സൗഖ്യമാക്കി. ദൈവം അവനെ കൊണ്ട് ഇസ്രായേലിന്റെ മണ്ണിൽ വെച്ച് പറയിപ്പിച്ചു, ഈ ദൈവമാണ് യഥാർത്ഥമായ ദൈവം, അവനെ ഞാൻ അവനെ മാത്രം സേവിക്കുന്നവരെയാണ്. അതുകൊണ്ടാണ് അവന്റെ പേര് ദൈവം യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ എടുത്തു പറഞ്ഞത്. നയമാനെ കുറിച്ച് പറയണം, മാനസാന്തരപ്പെട്ടവന്റെ വാക്കുകൾ, അവന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റങ്ങൾ, അവൻ തീരുമാനമെടുത്തത് അത് ദൈവത്തിന് അറിയാമായിരുന്നത് യാഥാർത്ഥ്യമാകും. അതിൽ നിന്നാണ് അവൻ അത് അങ്ങനെ ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ തന്നെ അതിശയത്തോളം തക്കവണ്ണം അവിടെ പ്രവൃത്തി നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. സത്യാരാധനക്കായി മാറിയതുപോലെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് വിശ്വസിച്ച് സ്നാനമേൽക്കാതെ സത്യാരാധനയിൽ മനസ്സിലാകാതിരിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയുള്ള സന്ദേശം കൂടി ദൈവാത്മാവ് അവിടെ ആലേഖനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. അത് മനസ്സിലായി, അതെ ഇത് നിശ്ചയമായിട്ടും ഇവിടെ ഒരു ദൈവമുണ്ട്, ഒരു പ്രവാചകനല്ല, ഈ പ്രവാചകന്റെ മേൽ ആവസിക്കുന്ന ദൈവശക്തിയുണ്ട്, അത് ദൈവകൃപയാണ്, അത് യഥാർത്ഥമായ ദൈവമുണ്ട്, ആ ദൈവത്തെയാണ് അവൻ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഒരു പ്രവാചകനുണ്ടെന്ന് അവൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ദൈവം പ്രവാചകനെ വഴിയിൽ കൊണ്ടുവരാതിരുന്നത്. പ്രവാചകനെ കാണിച്ചില്ല, പ്രവാചകൻ അകത്തിരിക്കുക ചെയ്തു. ഒരു പ്രവാചകൻ ഉണ്ടെന്ന് ഇറങ്ങി വന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രവാചകനെ മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു.
എന്നാൽ പ്രവാചകൻ ആരാണെന്ന് പോലും അറിയിക്കാതെ ദൈവം എന്ത് ചെയ്ത അവനെ കൊണ്ട് ആളയച്ച് ഇസ്രായേലിലെ ദൈവത്തെ വെളിപ്പെടുത്തിയ ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തം തന്നെയാണ്. ഏത് ദേശത്തും ഏത് രാജ്യത്തും എവിടെയായിരുന്നാലും അവിടെയെല്ലാം ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനായവൻ തന്നെയാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ കേട്ടു അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടതൊക്കെ ഞങ്ങൾ വിചാരിച്ചാൽ നിന്നെ പോലെ ഒരു ദൈവം ഇല്ല എന്ന് പഴയ നിയമത്തിൽ ദാവീദ് പറഞ്ഞെങ്കിൽ, അങ്ങനെ ഉള്ള സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പത്രോസ് പറയുക, ഞങ്ങൾ അങ്ങനെ കേട്ടവരല്ല കണ്ടവരാണെന്ന് പറയുക. 2 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ അതിന്റെ 16-17 വാക്യങ്ങൾ, 16-ാം വാക്യം വായിക്കുന്നത്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നമ്മുടെ കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കണ്ടത് അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ്. ദൈവത്തിന്റെ തേജസ് കണ്ട തേജസ്സിന്റെ സാക്ഷികളാണ് പുതിയ നിയമത്തിന്റെ ആൾക്കാർ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആ തേജസ് കണ്ടു. യോഹന്നാൻ സുവിശേഷം പറഞ്ഞു, ഏകജാതനായ തേജസ് ഞങ്ങൾ കണ്ടു. മറുഭൂമി മലയിൽ വെച്ച് അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിപ്പിച്ച് ദൈവത്തിന്റെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അത് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. സാക്ഷാൽ ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട് അവർ വെളിപ്പാട്ടടിയാൻ തീരുന്നു. അവർ മഹിമ കണ്ട സാക്ഷികളായി തീർന്നു. എന്നാൽ അത് യേശുക്രിസ്തുവിന്റെ ശക്തിയും അവരുടെ പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് ഇന്ന് എഴുതി വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പുതിയ നിയമം എഴുതിയിരിക്കുന്നത് പഴയ നിയമ ചരിത്ര സത്യങ്ങളായി അത് കിടക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ ശക്തമാണ് പുതിയ നിയമം. പഴയ നിയമം എഴുതിയ ശേഷമാണ് പുതിയ നിയമം എഴുതിയത്. പഴയ നിയമത്തിലെ ശലോമോനും പഴയ നിയമത്തിലെ കാര്യങ്ങളും ഒക്കെ ചരിത്ര രേഖകളാണെങ്കിൽ ആർക്കും മാറ്റിക്കളയാൻ കഴിയത്തില്ല. ബൈബിൾ ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നതോട് ഈ ശലോമോനും ഒക്കെ ചരിത്ര സത്യങ്ങളായി പാഠപുസ്തകങ്ങൾ നിൽക്കുമ്പോൾ പഴയ നിയമം യേശുക്രിസ്തുവിന് മുമ്പുള്ളതാണെങ്കിൽ അതിനുശേഷം എഴുതപ്പെട്ടിരിക്കുന്ന പുതിയ നിയമം അത് എത്ര ശക്തിയുള്ളതും ബലമുള്ളതും സത്യമുള്ളതും കണ്ട സാക്ഷികൾ പറഞ്ഞതുമാകുന്നു. പുതിയ നിയമത്തിന്റെ സാക്ഷ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അവർ പുനരുത്ഥാനത്തിന്റെ സാക്ഷികളായിട്ട് മറ്റെല്ലാറ്റേക്കാളും ഉപരിയായി പുതിയ നിയമത്തിന്റെ സാക്ഷ്യം ശക്തിയുടെ സാക്ഷ്യമാണ്. അത് മഹിമയുടെ സാക്ഷ്യമാണ്. കാരണം അവര് കണ്ട സാക്ഷി മറ്റൊന്നുമായിരുന്നില്ല, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം കണ്ട സാക്ഷികളായിരുന്നു അവർ. അത് അന്ന് വരെയും കാണാതിരുന്ന മറ്റു മനുഷ്യർ മരിച്ചത് ഉയർത്തുന്ന അവർ കണ്ടിട്ടുണ്ട്, യേശു ഉയർപ്പിച്ച് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ സാധിക്കുന്നത് പത്രോസ് പറയുന്നത് യേശുവിന്റെ സാക്ഷിയാർത്ഥികൾ എന്തിനു വേണ്ടിയാണെന്ന് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളോട് നടന്ന പുരുഷന്മാർ ഒരുത്തൻ ഞങ്ങളോട് കൂടി അവന്റെ പുനരുത്ഥാനത്തെ സാക്ഷിയാർത്ഥികളും അങ്ങനെ ഞങ്ങളോട് കൂടെ നടന്നിട്ടുള്ളവർ. യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോപണിച്ച നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോട് നടന്ന പുരുഷന്മാർ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവരെ പുനരുത്ഥാന സാക്ഷി. നമ്മൾ സാക്ഷിയാക്കുന്നത് യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ച ആ പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യം കണ്ട സാക്ഷികളായിരിക്കുന്ന പത്രോസ് പറയുക, ഞങ്ങൾ നമ്മുടെ കഥകളെ പ്രമാണിച്ചിട്ടല്ല യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയിക്കുന്നത് അവന്റെ മഹിമ കണ്ട സാക്ഷികളാണെന്ന്. അപ്പോൾ ആ കണ്ട സാക്ഷികൾ എഴുതി വെച്ചിരിക്കുന്നത് അത് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. ഏത് മനുഷ്യൻ വിശ്വസിക്കാനാണ് പുതിയ നിയമം ഒരു പഴയ നിയമവും ചരിത്രരേഖകളായി കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്ന് പ്രകർശനം പറയാൻ സാധിക്കണം. അതെ, മഹിമ കണ്ട സാക്ഷികൾ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം കൂടി നമുക്ക് പറയാൻ സാധിക്കണം. അവന് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അവനെ സ്വീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളുടെ ദൈവമൊഴിയെ മറ്റൊരു ദൈവമില്ല. അതുകൊണ്ടാണ് ഏത് പ്രതിസന്ധി വരുമ്പോൾ, വേറെ പ്രശ്നം വരുമ്പോഴും, ഏത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ ദൈവത്തെ ഉപേക്ഷിക്കാതിരിക്കാത്തതിന്റെ കാരണം അവന്റെ മഹിമ കണ്ട സാക്ഷികളായതുകൊണ്ട്. എന്റെ വർഷത്തെ പ്രകടിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. ഭാവി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഏറെയുണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ വിടുതൽ നൽകുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. അങ്ങ് പറഞ്ഞാൽ മാറാത്ത രോഗമില്ല, അങ്ങ് പറഞ്ഞാൽ മാറാത്ത കാര്യങ്ങളില്ല. ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അനുഭവങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ അത്ഭുതങ്ങളും ഇന്ന് പകർച്ചമയം ഓർത്തുകൊണ്ട് പോണ കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ ഓർത്താൽ നിന്നെ പോലൊരു ദൈവമില്ല. നീ ഞങ്ങളുടെ ദൈവമാണ്. ഇന്നും യേശു പ്രവർത്തിപ്പാൻ ശക്തനാണ്. അപ്പോൾ ജയം കൊണ്ടുപോയ നയമാനെ
ഇസ്രായേലിൽ കൊണ്ടുവന്ന് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ഇന്ന് ആ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ ദേശത്ത് ഏത് വിഷയമാണോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കെടുത്തി കളയുന്നത് അത് പരിഹരിക്കാനുള്ള ദൂതായി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, കർത്താവ് പറയുന്ന കാര്യം ചെയ്താൽ, അവനെ അനുസരിച്ചാൽ, അവൻ നമ്മളെ കണ്ടാൽ, അവൻ സൗഖ്യമാക്കിയാൽ ആ വിഷയത്തിൽ പരിഹാരമുണ്ട്. നയമാനെ ദൈവം സൗഖ്യമാക്കിയ കാര്യം പുതിയ നിയമത്തിൽ യേശു എടുത്തു പറയുവാൻ കഴിയാത്തുന്നു. ഏലീശ പ്രവാചകൻ പറഞ്ഞ വാക്കനുസരിച്ച് യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ അവൻ ശുദ്ധനായി തീർന്നെങ്കിൽ ദിവസങ്ങളിൽ ക്രിസ്തു മുഖാന്തരമായി നമുക്ക് വന്നിരിക്കുന്ന വചനത്തെ മുഴുവൻ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും നമുക്ക് മാറ്റമുണ്ടാകും. കർത്താവിന്റെ വചനങ്ങളെ ഉപവാസ പ്രാർത്ഥന കേട്ടിട്ട് പറയും, കർത്താവെ നീ പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ വചനങ്ങൾ അത് കർത്താവെ പുനരുത്ഥാനത്തിന്റെ ശക്തിയുള്ള വചനങ്ങളാണ്. അത് എന്നെ ജീവിപ്പിക്കുന്ന വചനമാണ്, എന്നെ മാറ്റിയെടുക്കുന്ന വചനമാണ്. അതിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ അത്ഭുതം കണ്ടിട്ടുണ്ട്. 2024 ഞങ്ങൾ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ദൈവം പ്രവർത്തിക്കും, എന്റെ ദൈവം ഒഴികെ മറ്റൊരു ദൈവമില്ല, അവരത് പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം നിശ്ചയമായിട്ടും നമ്മുടെ മനസ്സിന്റെ വേദനയെ മാറ്റുവാൻ പരിഹാരം മാർഗങ്ങളെ ദൈവം ഒരുക്കി തരുമെന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഈ പകർസമയം ദൂത് വിടാൻ പഠിക്കുക. അത് നമ്മുടെ കർത്താവ് നിശ്ചയമായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അവൻ നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നവനാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥിക്കത്തില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കൊടുത്തില്ലേ, അവരെ മാനിച്ചില്ലേ, അവരെ ഒന്നുമില്ലായവൻ പഠിപ്പിച്ചില്ലേ? അതെ, ഏതെല്ലാം വിഷയങ്ങളിൽ നമ്മുടെ ദൈവാത്ഭുതങ്ങളെ ചെയ്തു. ഇങ്ങനെയെങ്കിൽ എന്ന പകർസം വിശ്വാസത പറയാം, ഇന്നലകളിൽ ചെയ്ത കർത്താവ് ഇന്നും ജീവിക്കും. ഇന്നും എന്റെ കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. അവൻ അത്ഭുതങ്ങളെ ചെയ്യും. നിങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. ജീവിതത്തിന് അനുഭവമുള്ളവർ കളികൾ ദൈവത്തിന് സ്തോത്രം ചെയ്താകുന്ന ചെയ്യുന്ന കർത്താവ് ഇന്ന് പ്രവർത്തിപ്പാൻ കഴിയും. നമുക്ക് നമ്മുടെ സാക്ഷ്യം അതാണ്. നമ്മുടെ ഉപവാസം പ്രാർത്ഥന സാക്ഷ്യം സമയം കൊടുക്കുന്നതാണ്. അതായത് നമ്മൾ പറയുന്ന സാക്ഷ്യങ്ങൾ എത്രയോ സത്യമാണ്, എത്രയോ ശക്തിയുള്ളതാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നടത്തിയ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. വിവിധങ്ങളായ അനർത്ഥങ്ങൾ നമ്മളിലൊക്കെ വിടിവിച്ച് നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. സാക്ഷ്യത്വത്തിന്റെ സമൂഹം നമ്മൾ ചുറ്റുമുള്ളതുകൊണ്ട് വീണ്ടും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവത്തിന് സാക്ഷ്യം നിൽക്കുവാൻ എന്തിനാ സാക്ഷിയാകേണ്ടത്? യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ലേഖനം എഴുതിയപ്പോൾ അവൻ സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലഭാഗത്ത് കരയേറിയിരിക്കുന്നു പറഞ്ഞ കാരണം അവൻ കണ്ടതാണ്. അവൻ പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കണ്ടു. അവൻ ഒലിവ് മലയിൽ നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്ത് യേശുവിനെ കണ്ടിട്ട് അവന് മനസ്സിലായി അവൻ കരയേറിപ്പോയത് പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് കരയേറിപ്പോയത്. അപ്പോൾ അത് അവർ കണ്ടതാണ്. അങ്ങനെ കണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എത്രമാത്രം ശക്തിയാണ് അവർ പിന്നീട് പ്രാപിച്ചത്. അതുകൊണ്ടാണ് അവർ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞെങ്കിൽ നാം ഇന്ന് വിശ്വാസ കണ്ണാൽ കാണുകയാണ്. എന്റെ യേശു വേഗത്തിൽ വരുമെന്ന് പ്രത്യാശയോടെയുള്ള കണ്ണുകളോടെ നമുക്ക് കാണാം. അതുകൊണ്ടാണ് പറഞ്ഞത് അവന്റെ പ്രത്യക്ഷതയും അവന്റെ ശക്തിയും സംബന്ധിച്ച് നിർമ്മത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമകളുടെ സാക്ഷികളായിട്ടാണ് അറിയിക്കുന്നതെന്നുള്ള വചനപ്രകാരം. അതെ, ഇന്ന് പകർസമയം നമുക്ക് പറയാം, എന്റെ കഥ വരുവാൻ സമയമായി. നിർമ്മത കഥയല്ല, ആരെങ്കിലും കൂടി എഴുതി വെച്ചിരിക്കുന്ന കഥയല്ല. വിശ്വസിച്ച് കഴിഞ്ഞ കർത്താവ് വരും, വേഗത്തിൽ വരും. അവൻ പറഞ്ഞതുപോലെ തന്നെ ചുടിയറയ്ക്കുള്ളിൽ വരും. അത് വരുമ്പോൾ അവനോടുകൂടെ പോകുവാനുള്ളവരാണെന്നുള്ള വലിയ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പോകുന്ന സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്ന ഇടങ്ങളിൽ യേശുവിന്റെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ തലമുറകളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്നുള്ള സന്ദേശം ഈ ദിവസം കൈമാറുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.